the strings. It's been a while, party tonight. Yeah, pull me the strings. It's been a while, party tonight. When the DJ brought the floor, dancing with the rain, the fun is on and on again. When the DJ brought the floor, dancing with the rain, the fun is on and on again. While we rock the party all again. Right now this is our wrong. While we rock the party all again. Right now this is our wrong. Yeah, pull me the strings. It's been a while, party tonight. പകല് പോയിരാ കിളികളായി ലോകമാകെ ഒരു കോണിലായി കളികളായി കളിച്ചിരികളായി ലോകം നൊടിയിലെല്ലാരും കൂട്ടുകാരായി ചിലർ പട്ടിയായി പിന്നെ പൊടിയായി ചതികൾ പതിവായി കണിയിൽ വീണ ലോകം ചിരികൾ കൊണ്ട് ചില തൊഴുതു നിൽപ്പായി മറവി കൊണ്ട് നാം അതിൽ സെറ്റായി വേളിൽ വരകിട്ട ഭക്ഷ്യമാനില്ല തൊഴുതു നിന്നവർ വഴിയിൽ കണ്ടാൽ ശകടമേറി ശരവേഗം പാഞ്ഞുപോയി എതിയടഞ്ഞ പലർ ചുമരിൽ പണമായി പണമെടുത്തവർ പിരിവ് പതിവാക്കി അടവ് കൊണ്ട് അധികാരമുണ്ടാക്കി. While we rock the party all again. Right now this is our wrong. Yeah, pull me the strings. It's been a while, party tonight. Yeah, pull me the strings. It's been a while, party tonight.
ഈ ഒരു ബോഡി ഏകദേശം 2 മണിക്കൂർ മുമ്പെയാണ് ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ആരാണെന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ടില്ല ഇതുവരെ. ഉന്നത ഉദ്യോഗസ്ഥർ സ്പോട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. യാതൊരു കാരണവശാലും മീഡിയ സ്പോട്ടിലേക്ക് കയറ്റുകയോ ഡീറ്റെയിൽ ഷെയർ ചെയ്യുകയോ ചെയ്യരുത്. എനിക്ക് ഓർഡറുണ്ട്. ഓക്കെ, ഓവർ. അപ്പോ ഗോപാലൻ ചേട്ടനാണ് സാക്ഷി? അതെ സാറേ. ചേട്ടൻ ശരിക്കും എന്താണ് കണ്ടത്? സാറേ, രാത്രിയിൽ എനിക്ക് കാപ്പി കച്ചവടമാണ് ജോലി. ഞാൻ തിരിച്ചു വരുന്ന വഴിക്ക് ആ വളവിലൊരു വണ്ടി കിടക്കുന്നത് കണ്ടു സാറേ. ഞാൻ അടുത്തെത്തുമ്പോഴേക്കും 2 പേര് ഒരാളെ വണ്ടി നിർത്ത് പുറത്തേക്ക് ഇടുന്നത് കണ്ടായിരുന്നു. ആരാ എന്താന്ന് ചോദിക്കുന്നതിന് മുമ്പ് അവര് വണ്ടി എടുത്ത് പൊയ്ക്കളഞ്ഞു സാറേ. ഇനി അവരെ കണ്ട തിരിച്ചറിയോ? തിരിച്ചറിയാൻ പറ്റൂല. ചെറിയ വെട്ടമാണ് ഉണ്ടായിരുന്നത്. തിരിച്ചറിയാൻ പറ്റൂല സാറേ. എത്ര മണിക്കാണ് സംഭവം? സാർ, ഏകദേശം 1 മണിയുടെ അടുത്താണ് സംഭവം. ഒരു ഗോപാലനാണ് സാക്ഷി. അവർ വന്ന് വണ്ടി ഐഡന്റിഫൈ ചെയ്തോ? സാർ, ഒരു വൈറ്റ് കളർ ഒന്നിയായിരുന്നു. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയിട്ടില്ല. ആളെ കണ്ട തിരിച്ചറിയാമെന്നാണ് അയാൾ പറയുന്നത്. ബോഡി ഐഡന്റിഫൈ ചെയ്തോ? ആ സാർ. അയാളുടെ വീട്ടിൽ വിവരങ്ങൾ അറിയിച്ച് മറ്റു പ്രൊസീജിയേഴ്സ് ഒക്കെ ഒന്ന് വേഗത്തിലാക്ക്. സാർ, ഐ ഡി കാർഡിലെ നമ്പർ വിളിച്ചിട്ട് ആരും ഫോൺ എടുക്കുന്നില്ല. അഡ്രസ്സ് കയ്യിലില്ലടോ, ഒന്ന് നേരിട്ട് എന്ന് വിവരം അറിയിക്ക്. മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ഭർത്താവിന്റെ മൃതദേഹം റോഡരികിലും ഭാര്യയുടെ മൃതദേഹം അവർ താമസിക്കുന്ന ഫ്ളാറ്റിലും കണ്ടെത്തിയ നാടിനെ നടുക്കിയ ഇരട്ട കൊലപാതകത്തിന്റെ കേസ് അന്വേഷണത്തിനായി ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് നമുക്ക് കിട്ടിയ വിവരം. സർ, കൊലപാതകി ആരാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? സർ, പ്ലീസ്. സർ, പ്ലീസ്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. എനി സോൾഡ് എവിഡൻസ്? സർ, കൊലയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്ന വെപ്പൺ കറിക്കത്തി ആകാനാണ് ചാൻസ്. നമുക്ക് സ്പോട്ടിൽ നിന്ന് ലഭിച്ച കത്തിയിൽ ബ്ലഡ് സ്റ്റെയിൻസ് ഉണ്ട്. മേ ബി അത് കൊല്ലപ്പെട്ട ആളുടെ തന്നെ ആവാം. പിന്നെ സർ, ഈ ടീപ്പോയിലും കുറച്ച് ബ്ലഡ് സ്പോട്ട് ഉണ്ട്. അതുപോലെ തന്നെ താഴെയും ബ്ലഡ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കൂടുതൽ പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂ സർ. എനി മോർ ക്ലൂസ്? സർ, ഈ മരിച്ച പെൺകുട്ടിയുടെ കഴുത്തിൽ നഖം കൊണ്ടതിൻ്റെ കുറച്ച് പാടുകളുണ്ട്. മേ ബി അത് റേപ്പ് അറ്റംപ്റ്റിലുള്ള ചാൻസ് ആവാം. പക്ഷേ കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ സാർ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂ. ഡോ സർ. ആ സെക്യൂരിറ്റിയുടെ ബോധം തെളിഞ്ഞു? ഇല്ല സർ. ഓക്കെ, യു പ്രൊസീഡ്. ഓക്കെ സർ.
നടക്കിയ കഴക്കൂട്ടത്തെ കൊലപാതക കേസിന് പിന്നാലെയാണ് കേരളം മുഴുവൻ. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഞങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ എല്ലാം. സർ, നാടിനെ നടക്കിയ ഇരട്ട കൊലപാതകങ്ങളെ പറ്റി സാറിന് എന്താണ് പറയാനുള്ളത്? ഈ കൊലപാതകങ്ങൾ നടന്നിട്ട് ഏതാനും മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ. ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ട് എൻ്റെ പുറകെയാണ്. വളരെ മികച്ച ട്രാക്ക് റെക്കോർഡുള്ള നോർത്ത് CI സാജനാണ് ഇതിന് അന്വേഷണ ചുമതല. ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. സോ നോ മോർ കമന്റ്സ്. സംശയിക്കുന്നുണ്ടോ? അപ്പോൾ എന്തായാലും ഈ കേസിന്റെ പിന്നാലെയുള്ള കാര്യങ്ങൾ ഉടനെ അറിയുമെന്നാണ് പ്രതീക്ഷ. സർ, ഇത് റോഹൻ. റോഹനായിരുന്നില്ലേ ഓടി ആദ്യം കണ്ടത്? അല്ല സർ, ആളുകൾ അറിഞ്ഞ് ഓടിക്കൂടുന്ന ബഹളം കേട്ടാ ഞങ്ങൾ അറിഞ്ഞത്. ഫൈസലും റൂബിനും തമ്മിൽ ഉടക്കായിരുന്നു അല്ലേ? അങ്ങനെ ഉടക്കൊന്നുമില്ലായിരുന്നു സാർ. പിന്നെ നമ്മുടെ പ്രൈവസിലാകുന്ന തരത്തിൽ തൊട്ടടുത്തുള്ള ഫ്ലാറ്റിൽ നിന്ന് ഒച്ചപ്പാടും ബഹളം വന്നപ്പോൾ ഞാനൊരു പരാതി കൊടുത്തിരുന്നു. ഞാൻ മാത്രമല്ല പരാതി കൊടുത്തത്. ഈ പരാതി കൊടുത്തവരുടെ കൂട്ടത്തിൽ നിങ്ങളും ഉണ്ടോ? ഇല്ല സർ, ഞങ്ങളങ്ങനെ മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിടാറില്ല. ഓഹോ, ഈ സ്നേഹയും റൂബിനും മറ്റുള്ളവരുമായി അത്ര ചേർച്ചയിലായിരുന്നില്ല അല്ലേ? അപ്പുറത്തെ ഫ്ലാറ്റിലെ കിരണുമായിട്ട് നല്ല അടുപ്പത്തിലായിരുന്നു. അതെങ്ങനെ നിനക്കറിയാം? ഡോ, അവരെന്നോടല്ലേ സംസാരിക്കണേ? അവര് പറയട്ടെ. യെസ്, പറയേ. റൂബിനും വൈഫും തമ്മിലിടയ്ക്ക് പ്രശ്നമൊക്കെ ആയപ്പോ ഈ കിരണ വന്ന് സോൾവ് ചെയ്ത്. നിങ്ങളെപ്പോഴാ സ്നേഹയെ അവസാനമായി കണ്ടത്? ഒരു 1.5 ആഴ്ചയായി കാണും സർ. കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. അതെന്താ ഓർമ്മയില്ലാത്ത? ഇവിടെ എല്ലാവരും പറയുന്നത് നിങ്ങൾ ഫ്രണ്ട്സ് ആണെന്നാണല്ലോ. ശരിയാ സാറേ, ഞാനും സ്നേഹയും ഒന്നിച്ചു പഠിച്ചവരാ. പഠിത്തം കഴിഞ്ഞതിന് ശേഷം ഇവിടെ വെച്ചാ ഞാൻ അവളെ വീണ്ടും കാണുന്നത്. ഒന്നിച്ചു പഠിച്ചവർ തമ്മിലുള്ള ഒരടുപ്പം അല്ലാതെ വേറൊന്നുമില്ല. ഇന്നലെ റൂബിന്റെ ഫ്ലാറ്റിൽ നിന്ന് ശബ്ദം എന്തെങ്കിലും കേട്ടിരുന്നോ? അവിടെ എപ്പോഴും വഴക്കും ബഹളവും ഒക്കെയാ സാർ. നൈബേഴ്സുമായിട്ടും വലിയ കോണ്ടാക്ട് ഒന്നുമില്ല. പിന്നെ റൂബിൻ ആ പാവ സ്നേഹയ്ക്ക് ഒരു സമാധാനവും കൊടുക്കില്ലായിരുന്നു സർ. കിരണിന് ആരെങ്കിലും സംശയമുണ്ടോ? കിരണിന്റെ അറിവിൽ ഈ സ്നേഹയെയും റൂബിനെയും കൊല്ലാൻ മാത്രം ശത്രുതയുള്ള ആരെങ്കിലും? അങ്ങനെയൊന്നുമില്ല സാർ, അറിയില്ല. ഇല്ല സർ. നിങ്ങൾക്ക് എന്താണ് അവിടെ പരിപാടി? സിനിമ പണിയാ. സിനിമ? എന്ത് കോലാടാ അത്? ഈ കോലത്തിന് എന്താ കുഴപ്പം? കോലത്തിന് കുഴപ്പമൊന്നുമില്ല. എന്താണത്, കഞ്ചാവാണോ? ബീഡിയാ. വലിച്ച കേസില്ല. ഓ, വലിച്ച കേസില്ല. അപ്പൊ നിനക്ക് നിയമമൊക്കെ അറിയാല്ലേ? ചെറുതായിട്ട്. എവിടെയാടാ നിന്റെ വീട്? ചിന്നക്കട. ചിന്നക്കട. ആരുടെ ഫ്ലാറ്റാടാ? എൻ്റെ ഫ്രണ്ടിൻ്റെയാണ് സാറേ. ഇന്നലെ രാത്രി ഇവിടെ നടന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയണം. ശശിയെ കണ്ടതും വികാരനിർഭരയായി ശകുന്തള. നിങ്ങളില്ലാത്ത ജീവിതം ദുഃഖസാന്ദ്രമായാണ് കടന്നുപോയത്. ഓരോ നിമിഷവും നിന്നെ ഓർത്ത് ഞാൻ തേങ്ങുകയായിരുന്നു. എന്ത് വേണമെന്നറിയാതെ ശശിയെ അവൾ ചേർത്ത് പിടിക്കുന്നു. ദ എൻഡ്. എങ്ങനെയുണ്ട് ക്ലൈമാക്സ്? പൊളിയല്ലേ? ഇതിന് ഞാനൊരു അഭിപ്രായം പറഞ്ഞ എന്റെ പൊന്നനീഷ് നീ കരഞ്ഞു. ഇതിനെന്താണ് കുഴപ്പം? സൂപ്പർ അല്ലേ? കോപ്പാണ്. എടാ പൈക്കുട്ടി മോറ, നീ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? സ്വന്തം അച്ഛനെ കൊന്ന് ജയിലിൽ പോയ കാമുകൻ ശശിയെ ശകുന്തള കാത്തിരിക്കുന്നു. എടാ ഇങ്ങനെയൊക്കെ എഴുതി വെക്കാൻ നിന്റെ തലയിൽ ചാണകമാണോടാ? അതാ പഠിച്ച് പാമ്പായി ഓവർ ക്രിയേറ്റീവ് ആയതല്ലേ? അല്ലടാ നിഷേ. എടാ നീ അടിച്ച സാധനത്തിന്റെ കുറ്റം പറയരുത്. ഇത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. ട്രിപ്പ് ഇറങ്ങിപ്പോയി. നീ ഒന്ന് റോൾ ചെയ്ത് നമുക്ക് നൈസായിട്ടൊന്ന് സെറ്റ് ചെയ്ത് ഒരു ന്യൂജൻ ക്ലൈമാക്സ് പിടിക്കാം.
കള്ളക്കഥ ഇവനെ പോലെ ഓവർ റേറ്റഡ് കിളവന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാ. അതിന് ട്യൂബും പേപ്പറൊക്കെ തീർന്നു. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, തൽക്കാലം ഒരു പിടികിടി. എല്ലാ മലനും തീർന്നു. നീ സമാധാനപ്പെട്, ഫുഡ് വാങ്ങാൻ പോകുമ്പോൾ വാങ്ങിക്കാം. എന്നാ പോ. വാടാ അനീഷേ. സാർ, ഫുഡ് വാങ്ങാനായി പുറത്തിറങ്ങിയായിരുന്നു ഞങ്ങൾ. അപ്പോൾ ലിഫ്റ്റിനടുത്തെത്തിയ സമയത്ത് രണ്ടുപേരും ആ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. അവരെ നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല സാറേ, ഇവിടെ ഉള്ളവരൊക്കെ എനിക്കറിയാം. ഇനി അവരെ കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുമോ? തിരിച്ചറിയാൻ പറ്റും സാർ. നിങ്ങൾ പോകുന്ന വഴിക്ക് സ്നേഹയോ റൂബിനെയോ മറ്റോ കണ്ടിരുന്നോ? ഇല്ല സാറേ. കണ്ടിരുന്നു സാർ. അതപ്പോ? നീ ആ സമയം മൊബൈലിലായിരുന്നു സാർ. ഞാൻ ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് എന്നിട്ട് സാർ, ഞങ്ങളുടെ വണ്ടി താഴെ പാർക്കിങ്ങിലിരിക്കുകയായിരുന്നു. അവരുടെ വണ്ടി ഇങ്ങനെ അടിച്ചെടുത്തിരിക്കുന്നത്? ഡേയ്, നിനക്ക് കണ്ടോടാ, കുറച്ചുകൂടി അടിച്ചായിരുന്നു. അടുത്ത പ്രാവശ്യം ഇപ്പൊ തന്നെ അടിയടാ. എന്ത് വണ്ടി കൊണ്ട് അടിച്ചൊരു ന്യായം പറയണം. എനിക്ക് തോന്നുന്നു റൂബിന്റെ ഫ്ലാറ്റിലോട്ട് വന്നവരുടെ കൂട്ടത്തിലുള്ള ആളാണെന്ന് തോന്നുന്നു. സാർ, എഡ്ജിൽ ആളുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ ഡോർ തുറക്കുന്നില്ല. ഇവന്മാരുടെ പേരും അഡ്രസ്സും മറ്റു ഡീറ്റെയിൽസൊക്കെ ഒന്ന് എഴുതി മേടിക്കും. എന്താ സാർ? എന്താടാ വാതിൽ തുറക്കാൻ അത്ര താമസം? നല്ല ഉറക്കമായിരുന്നു സാറേ. ഈ നേരത്തെന്തോടെ അത്ര ഉറക്കം? അപ്പുറത്തെ ഫ്ലാറ്റിലെ സ്നേഹ റൂബിനും കൊല്ലപ്പെട്ട വിവരം നീ അറിഞ്ഞോ? അയ്യോ ഇല്ല സാർ, ഞാൻ ഇന്നലെ ഓഫീസിൽ നിന്നിട്ട് ഈ പെയിന്റിങ്ങിന്റെ തിരക്കിലായിരുന്നു. നിനക്കെന്താടാ ജോലി? ഞാൻ ഇൻഫോസിസിലാ. ഇന്നലെ ജോലി കഴിഞ്ഞ് നീ എപ്പോഴാണ് എത്തിയത്? എന്നത്തെയും പോലെ തന്നെ. എന്നത്തെയും പോലെ എന്ന് പറഞ്ഞ സമയമില്ലടാ പറയാൻ. ഒരു 10-10:30 ആയിക്കാണ് സാർ. വരുന്ന വഴി അവരുടെ ഫ്ലാറ്റിൽ നിന്ന് ശബ്ദം വല്ലതും കേട്ടിരുന്നു? ശബ്ദം എന്തായി തീരുമാനം? കേട്ടില്ലേ? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പറ്റത്തില്ല. എപ്പോഴും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയാനും ബുദ്ധിമുട്ടുണ്ട്. അയാൾ എൻ്റെ മുഖത്തടിക്കുന്ന പോലെ കഥ കൂടി ചടച്ച്. ഞാൻ പിന്നെ നേരെ എൻ്റെ റൂമിലേക്ക് വന്നു സാർ. പിന്നെ കഴിക്കാനുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി. എന്നിട്ടാണ് ഈ ചിത്രത്തിൽ ടീഷർട്ടിൽ എന്താ പറ്റിയത്? ടീഷർട്ടിൽ എന്താ പറ്റിയെന്ന്? പെയിന്റിങ്ങിനല്ലേ, അപ്പോൾ പെയിന്റ് പറ്റിയതാ സാർ. എൻ്റെ കയ്യിലൊരു മുറിവുണ്ടല്ലോ, അതെങ്ങനെയാ? സാർ, ഇത് ഇന്നലെ രാത്രി എങ്ങനെ സംഭവിച്ചതെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയിട്ടല്ല. അനിൽ സർ, ഇയാളെ കൊണ്ടുപോയി ഒന്ന് ഫസ്റ്റ് എയ്ഡ് ചെയ്യൂ. സർ, പേഷ്യന്റിന്റെ കണ്ടീഷൻ എങ്ങനെയുണ്ട്? പേഷ്യന്റ് അൺകോൺഷ്യസ് ആണ്. ഇപ്പം മൊഴിയെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ബോധം വരുമ്പം സാറിനെ ഇൻഫോം ചെയ്യാം. നിങ്ങളാരാ? മകളാണ് സാറേ. ഓക്കെ ഡോക്ടർ. വളരെ ടോക്സിക് ആയ ഒരു ഫാമിലി ലൈഫായിരുന്നു
റൂബിനും സ്നേഹയും തമ്മിലെന്നാണ് അവരറിയാവുന്ന ആളുകളുടെ മൊഴികളിൽ നിന്നും നമുക്ക് മനസ്സിലായിട്ടുള്ളത്. തൊട്ടടുത്ത ഫ്ലാറ്റിലെ ആളുകളോടെല്ലാം റൂബിൻ മോശമായി പെരുമാറിയിട്ടുണ്ട്. സോ എല്ലാവരെയും ഒന്ന് താറോവായി നിരീക്ഷിച്ചേക്ക്. വിഷമം എനിക്ക് മനസ്സിലാകും. പക്ഷേ കേസിൻ്റെ മുന്നോട്ടുള്ള അന്വേഷണത്തിന് എനിക്ക് നിങ്ങളിൽ നിന്ന് കുറച്ച് വിവരങ്ങൾ അറിയാനുണ്ട്. കേസിന് വേണ്ടിയല്ലേ? എന്താണെന്ന് വെച്ചാൽ ചോദിച്ചോളൂ. നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഈ ബിസിനസ് പരമായിട്ടോ അല്ലാതെയോ മറ്റോ? ഞങ്ങൾക്ക് അങ്ങനെ എനിക്ക് ഉറപ്പാണ് ഇത് ചെയ്തത് അവളുടെ വീട്ടുകാരൻ. എന്റെ മോനോട് അവർക്ക് വലിയ ദേഷ്യമായിരുന്നു. റൂബിന്റെയും സ്നേഹയുടെയും ബന്ധം അവരുടെ വീട്ടുകാരറിഞ്ഞപ്പോ അവരെ ഗുണ്ടകളെ വിട്ട് ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തായിരുന്നു. ഞങ്ങൾ അന്ന് തന്നെ സ്റ്റേഷനിൽ ഒരു പരാതി എഴുതി കൊടുത്തിരുന്നു. ഇവരിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒരു റിട്ടൺ സ്റ്റേറ്റ്മെന്റായി ഇവരിൽ നിന്ന് എഴുതി വാങ്ങണം. ഓക്കെ സർ. റൂബിൻ്റെ അച്ഛൻ കൊടുത്ത പരാതി തപ്പിയെടുത്ത് ആ ഗുണ്ടകളുടെ ഡീറ്റെയിൽസ് എടുക്കണം. ഓക്കെ സർ. റൂബിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാൻ പറഞ്ഞത് എന്തായി? സർ, റൂബിൻ്റെ ക്ലോസ് ഫ്രണ്ട്സിൽ ഒരാളുടെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. വൺ മിസ്റ്റർ അക്ഷയ്. നമ്പർ ഉണ്ടോ? മര്യാദയ്ക്ക് കറക്റ്റായിട്ട് കൊടുക്കണം. പറഞ്ഞു കേട്ടോ. ഓക്കെ. ഹലോ. അക്ഷയ്ക്ക് എത്ര നാളായി റൂബിനെയും സ്നേഹയും അറിയാം? സാർ, ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത്. അവർ കൊല്ലപ്പെട്ട വിവരം അക്ഷയ് എപ്പോഴാണ് അറിഞ്ഞത്? പിറ്റേ ദിവസം ഞാൻ വിളിച്ചിരുന്നു. അവൻ എടുക്കാത്തതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് ഞാൻ സംഭവം എന്താണെന്ന് അറിഞ്ഞത്. അവരുടെ മരണശേഷം റൂബിൻ്റെ അച്ഛനെയും അമ്മയും കണ്ടിരുന്നു? ഇല്ല സർ. അതെന്താ? നിങ്ങൾ എത്ര അടുത്ത ഫ്രണ്ടായിട്ടും അവരുടെ വീട്ടിൽ പോകാറില്ലേ? റൂബിനെയും സ്നേഹയും സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ പേരിൽ അവൻ്റെ അച്ഛനെ ഫേസ് ചെയ്യാൻ പറ്റാതായി. അതുകൊണ്ടാണ് ഞാൻ അവരെ അങ്ങോട്ട് പോയി കാണാതിരുന്നത്. അപ്പോൾ നിങ്ങളാണോ റൂബിൻ്റെ സ്നേഹയുടെയും കല്യാണം നടത്തി കൊടുത്തത്? അല്ല സർ, ഞങ്ങൾ പോലും കല്യാണം കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വിവരങ്ങൾ അറിഞ്ഞത്. അവനൊരു പ്രത്യേകതരം ക്യാരക്ടറായിരുന്നു സർ. അവരെക്കുറിച്ച് അക്ഷയ്ക്ക് അറിയാവുന്നത് പറയും. ഒരു ശലഭമായി വന്നരികിലായി നിൻ ഹൃദയമെഴുതുകയായി പ്രണയാർദ്രം. ഇരുമിഴികളീ മഞ്ഞിതൾകളായി മഴ പോലെ ഉതിരുകയായി അനുരാഗം.
അഴകേഴുമേഴു നിറങ്ങളാൽ അതിലോലമേഴു സ്വരങ്ങളാൽ ആകാശമായി സ്നേഹാർദ്രമായി കടലാഴമായി രാഗാർദ്രമായി ഇന്നരികിലായി എൻ പ്രണയമായി ഇടനെഞ്ചിലെ തുടിതാളമായി എൻ പ്രാണനായി വന്നു നീഹാരമടരണ പുലരിയിൽ നീർമാതള പൂവിതൾകളായി വെൺമേഘമലയണ വിണ്ണിലായി വെൺതൂവലുതിരണ പ്രാവ് പോൽ ഇന്നെൻ കിനാവിൻ തീരമണയണ മോഹമായി നീ ഉണരണ ഇന്നെൻ കിനാവിൻ തീരമണയണ മോഹമായി നീ ഉണരണ തീരയായി വെണ്ണുരയായി തുണയായി നിണയായി ഇന്നരികിലായി എൻ പ്രണയമായി ഇടനെഞ്ചിലെ തുടിതാളമായി എൻ പ്രാണനായി വന്നു നീ. ഒരു ശലഭമായി വന്നരികിലായി നിൻ ഹൃദയമെഴുതുകയായി പ്രണയാർദ്രം. ഹലോ സാം. സാർ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടോ? എനിക്കൊന്ന് കാണണമായിരുന്നു. ആ, ഒരു അരമണിക്കൂറിനുള്ളിൽ അവിടെ എത്തും. ഹായ് സാം. ആ, മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താണ് അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞത്? ഞാൻ വരാൻ പറഞ്ഞതേ, നമുക്കിന്ന് ടീപ്പോയുടെ അടുത്തു നിന്ന് ലഭിച്ച കത്തിയിൽ നിന്ന് കൊലയാളി എന്ന് സംശയിക്കാവുന്ന ഒരാളുടെ ഫിംഗർ പ്രിന്റ് ലഭിച്ചിട്ടുണ്ട്. ആളുടെ തന്നെ ബ്ലഡ് സാമ്പിളും കിട്ടിയിട്ടുണ്ട്. എന്നാൽ മർഡറിന് ഉപയോഗിച്ചിരിക്കുന്ന വെപ്പൺ അതല്ല. ആ കത്തിയിലുണ്ടായിരുന്ന ബ്ലഡ് സ്റ്റെയിൻ അത് സ്നേഹയുടേതുമല്ല. ആ രക്തത്തിന്റെ ഉടമ ആരാണോ അയാൾക്ക് ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കുണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ആ കത്തിയിൽ രക്തം പുരണ്ടിരിക്കുന്ന അതേ ടൈം തന്നെയാണ് സ്നേഹ കൊല്ലപ്പെട്ടിരിക്കുന്നത്. സ്നേഹ കൊല്ലപ്പെട്ട സമയം റൂബിൻ ആ ഫ്ലാറ്റിൽ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം റൂബിന്റെ ബ്ലഡ് സാമ്പിൾ നമുക്ക് അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. എന്റെ ഫൈൻഡിങ്സ് എന്താണെന്ന് വെച്ചാൽ സ്നേഹയും റൂബിനും കൊല്ലപ്പെട്ടിരിക്കുന്നത് അതേ ഫ്ലാറ്റ് വെച്ച് തന്നെയാവാം. പക്ഷേ സ്നേഹ കൊല്ലപ്പെട്ട് 30-50 മിനിറ്റുകളുടെ വ്യത്യാസത്തിലാണ് റൂബിൻ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ശക്തമായ ആഘാതത്തിൽ റൂബിന്റെ താടിയിൽ തകർന്നിട്ടുണ്ട്. ഇരുമ്പോ അതുപോലെയുള്ള എന്തോ ഒരു ആയുധമാണ് കൊലയാളി ഉപയോഗിച്ചിട്ടുണ്ടാവുക. മാത്രമല്ല റൂബിന്റെ നഖത്തിനിടയിൽ നിന്നും കിട്ടിയ ബ്ലഡ് സാമ്പിൾ അത് സ്നേഹയുടേതാണ്. എന്റെ ഫൈൻഡിങ്സ് ബലപ്പെടുത്തുന്നത് സ്നേഹയുടെ കഴുത്തിലുണ്ടായിരുന്ന മാർക്ക് അതാണെന്നാണ്. കൊലയാളി ആരായാലും മറ്റുള്ള എല്ലാ ഫിംഗർ പ്രിന്റ്സും ക്ലിയർ ചെയ്തിട്ടുണ്ട്. കൊലയാളി ക്ലവറാണ്. ജോർജ് കെ തോമസ്. പറയൂ ജോർജ്, അന്ന് എന്താണ് സംഭവിച്ചത്? റൂബിന്റെ ഫ്ലാറ്റിൽ നിന്ന് കിട്ടിയ കത്തിയിൽ ജോർജിന്റെ ഫിംഗർ പ്രിന്റ്സ് പതിഞ്ഞതെങ്ങനെ? സ്നേഹ കൊല്ലപ്പെട്ട സമയവും ജോർജ് അവരുടെ ഫ്ലാറ്റിൽ ചെന്ന സമയവും ഏകദേശം ഒന്നാണ്. അപ്പോൾ സാറ് പറഞ്ഞു വരുന്നത് അവളെ കൊന്നത് ഞാനാണെന്നാണ്? ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ ജോർജ്. ഞാൻ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ചാൽ ജോർജിന്റെ കയ്യിലെ മുറിവിൽ നിന്നെടുത്ത രക്തവും സ്നേഹയുടെ ഫ്ലാറ്റിൽ നിന്ന് കിട്ടിയ ബ്ലഡും മാച്ച് ആവുന്നുണ്ട് എന്നാണ്. ജോർജിന്റെ കയ്യിൽ മുറിവുണ്ടായ സമയവും സ്നേഹ കൊല്ലപ്പെട്ട സമയവും ഒന്നാണ്.
കൂടാതെ ക്രൈം സ്പോട്ടിൽ നിന്ന് കണ്ടെത്തിയ കത്തിയിൽ ജോർജിന്റെ ഫിംഗർ പ്രിൻസും ബ്ലഡ് സ്റ്റെയിൻസും ഉണ്ട്. ഇനി പറയൂ, എന്താണ് ഉണ്ടായത്? അവളെ കുത്തിക്കൊന്നത് ഞാൻ തന്നെയാ സാറേ. കുത്തിയാണോ കൊന്നത്, കഴുത്തടുത്താണോ കൊന്നതെന്ന് ജോർജ് ഒന്ന് ഓർത്തു നോക്കി. കത്തി വെച്ച് അവളെ ഞാൻ കുത്തി തന്നെയാ സാറേ കൊന്നേ. സർ, ചോദിക്കുന്നുണ്ടെന്ന് തോന്നരുത്. സാർ എന്തിനാ ജോർജിനെ വിട്ടുകളഞ്ഞത്? നമ്മുടെ കയ്യിൽ അവനെതിരായ ഒരു തെളിവ് മാത്രമാണുള്ളത്. ബാക്കിയൊക്കെ അവൻ്റെ ഹാലൂസിനേറ്റഡ് മെമ്മറി ക്രിയേറ്റ് ചെയ്ത കഥകളും നമ്മുടെ ഊഹങ്ങളുമാണ്. അവൻ്റെ പറച്ചിലുകളും നമ്മുടെ ഊഹങ്ങളും ശരിയാണോ എന്നറിയണം. സാർ, അവന് 2 കൊടുത്തു കഴിഞ്ഞാൽ അവനുള്ള സത്യം പറയില്ലേ? താൻ ഏത് കാലത്തെ പോലീസാണ്? ആ സെക്യൂരിറ്റിയുടെ മൊഴി എടുത്തോ? CCTV ക്യാമറ കേടായതിനെ കുറിച്ച് അയാൾ എന്താ പറഞ്ഞേ? അതുപോലെ വിസിറ്റേഴ്സ് രജിസ്റ്റർ കിട്ടിയോ? ഇന്നലെ ബോധം തെളിഞ്ഞപ്പോഴേ അയാളുടെ മൊഴി എടുത്തിരുന്നു. ഫ്ലാറ്റിലെ CCTV കേടായ ഉടനെ റിക്വസ്റ്റ് കൊടുത്തെന്നാ പറഞ്ഞത്. പിന്നെ വിസിറ്റേഴ്സ് രജിസ്റ്റർ അയാളെ ആക്രമിക്കാൻ വന്നവർ നശിപ്പിച്ചിട്ടുണ്ടാവണം. അയാളുടെ മൊഴി ഞാൻ സാറിന് രാവിലെ തന്നെ മെയിൽ ചെയ്തിട്ടുണ്ട്. ആ കാണുന്ന CCTV ക്യാമറയിൽ നിന്ന് കൃത്യം നടന്ന ദിവസത്തെയും അതിനെക്കുറിച്ച് മുമ്പുള്ള ദിവസങ്ങളിലെയും ഫുട്ടേജ് എടുക്കണം. സർ, ഇതിനു മുമ്പും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇതിനു മുമ്പും അയാൾ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. പക്ഷേ ഇത്രയും ക്രൂരത ഇത് ആദ്യമായിട്ടാ. എനിക്ക് ചിരട്ടയും നാഴിയും പോലെ 3 പെൺകുട്ടികളാ സാറേ. ജീവിക്കാൻ ഒരു മാർഗവും ഇല്ല. എന്റെ ഇളയ കൊച്ചിനെ അയാൾ കയറി പിടിച്ചെന്ന് കൊച്ചു പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് സാറേ. എന്താ സാറേ പ്രശ്നം? ഏതാ നായിന്റെ മോൻ? ഈ വിജിലൻസ് കേസിൽ സസ്പെൻഷനിലായ മറ്റേ ആ പനനില്ലേ, ആ മുൻ തഹസീൽദാർ ഒക്കെ അകത്ത് തരണ സാറേ അവന്മാരെയൊക്കെ.
എന്താ സാർ അവിടെ ഒരു കരച്ചിലും പിടിച്ചിലും ഒക്കെ? എന്ത് പറയാൻ സാറേ, പേട്ടയിലെ രാജേന്ദ്രല്ലേ അവന്റെ സ്ഥിരം പരിപാടിനെ പറ്റിപ്പം പെണ്ണുപിടി. ഇവനെയൊക്കെ പിടിച്ചത് 4 ഇടി ഇടിച്ചാലേ ശരിയാവും സാറേ. ഇത് റൂബിന്റെ. ഓക്കെ അല്ലേ സാർ? ഓക്കെ ഓക്കെ സാർ. സാർ, റൂബിന്റെ അച്ഛൻ കൊടുത്ത പരാതിയുടെ ഫയൽ കിട്ടിയിട്ടുണ്ട്. ഇതിൽ 3 പേരാണ് പ്രതികളായിട്ടുള്ളത്. അവരുടെ ഡീറ്റെയിൽസ് എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യും. ഓക്കെ സാർ. നിങ്ങളല്ലടാ റൂബിനെ ഭാര്യ സ്നേഹം കൊലപ്പെടുത്തിയത്? ആര് പറഞ്ഞിട്ടായിരുന്നല്ലോ? ഞങ്ങൾക്കൊന്നും അറിയില്ല, ഞങ്ങൾ ആരെയും കൊന്നിട്ടില്ല. ഞങ്ങൾക്ക് അവരെ അറിയില്ല സാർ. പറയടാ, നിങ്ങൾക്ക് ഇവരെ അറിയില്ലേ? അറിയില്ല. പറയാ, നിങ്ങൾക്ക് ഇവരെ അറിയോന്ന്? ഇല്ല. അറിയില്ലടാ. ആ ഫയൽ എടുക്കുക. അറിയില്ല സാർ. ഈ പറയുന്ന റൂബിനെ ഒരു 4-4.5 വർഷം മുമ്പ് കുറച്ച് ഗുണ്ടകൾ ആക്രമിച്ചിരുന്നു. ഞാൻ അവരുടെ പേരുകൾ വായിക്കാം. ബാബു, വള്ളക്കടവ് സുനി, മാർട്ടിൻ. അതെന്തിനായിരുന്നുവെന്നും ആര് പറഞ്ഞിട്ടായിരുന്നുവെന്നും എനിക്കറിയണം. ആർക്കു വേണ്ടി? കൃഷ്ണകുമാർ, ഈ മരിച്ച കൊച്ചിന്റെ ചേട്ടൻ. എന്തായിരുന്നു ആ കൊട്ടേഷൻ? അയാളുടെ സഹോദരിയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അവനെ ഒഴിവാക്കാനുള്ള കൊട്ടേഷനായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. അയാൾ പറഞ്ഞതുപോലെ ഞങ്ങൾ ചെയ്തു. അതിനുള്ള ക്യാഷ് ഞങ്ങൾക്ക് തന്നു. അതല്ലാതെ ഞങ്ങൾക്കൊന്നും അറിയില്ല സാറേ. സ്നേഹയുടെയും റൂബിന്റെയും കൊലപാതകത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. സ്നേഹയ്ക്കും റൂബിനും ശത്രുക്കളുള്ളതായിട്ട് അറിയാമോ? സാറേ,
അവർക്ക് ശത്രുക്കളുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അവളുടെ ശത്രു അവൻ തന്നെയായിരുന്നു. ശത്രു മാത്രമല്ല, അവൻ തന്നെ എൻ്റെ മകളെ കൊന്നതും. അവൻ നശിച്ചവൻ. നിങ്ങൾ മുമ്പ് റൂബിനെ തല്ലാൻ ഗുണ്ടകളെ വിട്ടിരുന്നല്ലേ? അത് സാറേ, അവര് തമ്മിലുള്ള ബന്ധം അറിഞ്ഞപ്പോ ഞാൻ ആ റൂബിനെ കുറിച്ച് തിരക്കി. അപ്പൊ കുറെ കാര്യങ്ങൾ അറിഞ്ഞായിരുന്നു സാറേ. അവനെ പറ്റി അറിഞ്ഞ വിവരങ്ങളൊന്നും അത്ര നല്ലതായിരുന്നില്ല. സാറിനറിയോ, ആ സമയത്ത് ഞങ്ങളുടെ ബന്ധത്തിന് നല്ലൊരു ആലോചന വന്നതായിരുന്നു. അപ്പോഴാ അവളെ വിളിച്ചിറക്കി കൊണ്ടുപോയത്. അതിനുശേഷം ഞങ്ങളെ കാണാനോ മിണ്ടാനോ ഒന്നും അവൻ അവളെ അനുവദിച്ചിട്ടുണ്ടാവില്ല. കല്യാണത്തിന് ശേഷം സ്നേഹയും റൂബിനും തമ്മിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നോ? ഇല്ല സാർ, അങ്ങനെ ഉണ്ടെങ്കിൽ അതിനൊരു റീസണേ ഉള്ളൂ, അവൻ്റെ കോഴിത്തരം. റൂബിൻ ഒരു വുമനൈസർ ആയിരുന്നു സാർ. ഞങ്ങളത് സ്നേഹയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ അത് നടന്നില്ല. അവസാനം ഞങ്ങൾക്ക് ഗുണ്ടകളുടെ സഹായം തേടേണ്ടി വന്നു സാർ. എന്നാ ശരി. വേറെ സിബ്ലിങ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ കാണുന്ന പ്രോപ്പർട്ടീസ് എല്ലാം കൃഷ്ണകുമാറിനാണ് അല്ലേ? നീ അന്ന് ഫ്ലാറ്റിന് താഴെ വെച്ച് ഉടക്കുണ്ടാക്കി എന്ന് പറഞ്ഞത് ഹ്യൂമറായിട്ടാണോ? അല്ല സാറേ, ഇവരല്ല അന്ന് കണ്ടത്, ഉറപ്പാണ്. സ്നേഹ കൊല്ലപ്പെട്ട സമയം റൂബിൻ ആ ഫ്ലാറ്റിലുണ്ടാകാൻ ചാൻസ് വളരെ കൂടുതലാണ്. അവളെ കുത്തിക്കൊന്ന ഞാൻ തന്നെയാ സാറേ. റൂബിൻ ഒരു വുമനൈസർ ആയിരുന്നു സാർ. ഒരു വൈറ്റ് ഒമിനിയെ നമ്മുടെ വണ്ടിയിൽ ഇടിച്ചു നിർത്തിയിട്ടുണ്ടായിരുന്നു. അവൻ തന്നെ എൻ്റെ മകളെ കൊന്നതും. റൂബിന്റെ കൈയുടെ നഖത്തിനിടയിൽ നിന്ന് കിട്ടിയ ബ്ലഡ് സാമ്പിൾസ് അത് സ്നേഹയുടേതാണ്. ആളുകൾ അറിഞ്ഞ് ഓടിക്കൂടുന്ന വെള്ളം കേട്ടാ ഞങ്ങൾ അറിഞ്ഞത്. അപ്പുറത്തെ ഫ്ലാറ്റിലെ ഇരണമായിട്ട് നല്ല അടുപ്പത്തിലായിരുന്നു. ഞാൻ സ്നേഹയും ഒന്നിച്ചു പഠിച്ചത്. ആ കാണുന്ന CCTV ക്യാമറയിൽ ഫുട്ടേജ് തന്നെ. ആ CCTV വിഷ്വൽസ് കളക്ട് ചെയ്തോ? ചെയ്തു സർ. സ്നേഹയുടെയും റൂബിന്റെയും മൊബൈൽ റെക്കോർഡ്സ് മിസ്സിംഗ് ആണല്ലോ. സാർ, ഫോൺ ഡീറ്റെയിൽസ് ഒന്നും കിട്ടാത്തത് മുകളിൽ നിന്ന് സൈബർ സെല്ലിലേക്ക് റിക്വസ്റ്റ് ഒന്നും ചെല്ലാത്തതുകൊണ്ടാണ് പറഞ്ഞത്. അനിൽ സർ, കഴിവതും എക്സ്ക്യൂസ് പറയാതിരിക്കാൻ ശ്രമിക്കുക. സർ, എനിക്ക് എത്രയും പെട്ടെന്ന് സൈബർ ഡീറ്റെയിൽസ് കിട്ടണം. ഓക്കെ സർ. ഓക്കെ ഓക്കെ. വീഡിയോസ് ഓരോന്നായി പ്ലേ ചെയ്യും. അതൊന്ന് റിവൈൻഡ് ചെയ്തിട്ട് സ്ലോ ആയിട്ട് പ്ലേ ബാക്ക്.
അവനെ കാറിൽ ചുമന്ന് കയറ്റുന്ന ആളുകളില്ലേ, അവരിലേക്കൊന്ന് സൂം ചെയ്യും. വെയിറ്റ്. റൂബിനെ കാറിലേക്ക് കയറ്റുന്ന ആളുകളുടെ ഡീറ്റെയിൽസ് എടുക്കണം സർ. എത്രയും പെട്ടെന്ന് അവരെ കണ്ടെത്തണം. ഓക്കെ സർ. എനിക്ക് ഈ വിഷ്വൽസിൻ്റെ കോപ്പി ഒന്ന് വേണം. ഓക്കെ തരാം സാർ. മുന്തിരി കല്ലുകൂടത്തിൽ നല്ലൊരു താളം പിടിച്ച് മാനത്തെ സിറ്റുവേഷൻ ഡേഞ്ചറാണ്. നിങ്ങളുടെ ഫോട്ടോയും വിവരങ്ങളും പോലീസിന് കിട്ടിയിട്ടുണ്ട്. ഇനി അവിടെ നിൽക്കുന്ന സേഫ് അല്ല. ഹലോ. ഇടിച്ച വണ്ടി എത്രയും പെട്ടെന്ന് കണ്ടെത്തണം സർ. എല്ലാം ഒന്ന് വേഗത്തിലാക്കടോ. മലയാളി നമ്മളെക്കാൾ ഷാർപ്പാണ്. സർ, ഗുഡ് മോർണിംഗ് സർ. വാട്ട് ബ്ലഡി ഗുഡ് മോർണിംഗ്. ഇത് അത്ര നല്ല മോർണിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. സർ, പ്രതികൾ എത്രയും പെട്ടെന്ന് കസ്റ്റഡിയിലാവും സർ. ഞങ്ങൾ എല്ലായിടത്തും വല വിരിച്ചിട്ടുണ്ട്. നീയൊക്കെ അങ്ങ് വല വീശി അങ്ങ് പുളുത്തും. ഇമാരി ഡയലോഗൊക്കെ അങ്ങ് മീഡിയയുടെ മുമ്പിൽ വിളമ്പിയാൽ മതി, ഇങ്ങോട്ട് വേണ്ട. സർ, തന്റെ കാലിലിടെ നടക്കുന്ന സംഭവങ്ങൾ പോലും താൻ അറിയുന്നില്ലെന്ന് പറഞ്ഞാൽ മേക്ക് എ പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഗെറ്റ് ബാക്ക് ടു മീ. ഡിഡ് യു ഗെറ്റ് മീ? സർ. നേരെ നോക്കി വണ്ടി ഓടിക്കണം. ഈ ഫോണിന്റെ ലോക്ക് ഒന്ന് ഓപ്പൺ ചെയ്യണം. അതുപോലെ ഇതിന്റെ ഡിസ്പ്ലേ ഒന്ന് ശരിയാക്കണം. സാർ ഒരു 30 മിനിറ്റ് എടുക്കും. എടോ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ ബാക്കി മൊഴിയോ? സാജൻ, ഇവിടെ എന്തോ ഈ നടക്കുന്നേ? ഒരാഴ്ചക്കുള്ളിൽ 4 കൊലപാതകോ? അതിൽ 2 പേരെ ഇയാൾ അന്വേഷിക്കുന്ന സസ്പെക്റ്റും. എന്തോ ഈ നടക്കുന്നേ? നോക്കി നിൽക്കാതെ റിപ്പോർട്ട് കോപ്പിയൊക്കെ എടുത്തിട്ട് വാ. പോ, എടുത്ത് തുലച്ചത്. ഹലോ, തൽക്കാലം ഈ വിവരം ആരുമായും ഷെയർ ചെയ്യണ്ട. താനൊരു കാര്യം ചെയ്യ്, എത്രയും പെട്ടെന്ന് ഓഫീസിലേക്ക് വാ. ഓക്കെ സർ. സർ, എന്താ നമ്മുടെ SIക്ക് ഒരു വൈറ്റൽ എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. That's it. It's a solid evidence. അവനെ എത്രയും പെട്ടെന്ന് എടുക്കുക. അനിൽ, ഗുഡ് ജോബ്. താങ്ക് യു സർ. സർ, പരിപാടി നിൽക്കുക. ഇത് മാത്രം വെച്ച് ക്ലിയർ അല്ലേ? ഇറ്റ്സ് ക്രിസ്റ്റൽ ക്ലിയർ. അവനെ എടുത്തോ. ഐ വിൽ ഇൻഫോം ദ DG.
സർ, സിറ്റി സർക്കിളിൽ 7 ദിവസങ്ങൾക്കിടയിൽ 4 കൊലപാതകങ്ങളാണ് നടന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു പ്രസ് മീറ്റ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണോ? ആരാണ് സർ കൊലയാളി? സർ, എന്തിനു വേണ്ടിയാണ് ഈ കൊലപാതകം നടത്തിയത്? കൊലയാളികൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ടോ? പ്ലീസ് ഇരിക്കും. നിങ്ങൾ ഓരോരുത്തർക്കുള്ള മറുപടി തരാം. സർ, ഈ കൊല്ലപ്പെട്ടവരുടെ ഫ്ലാറ്റിന്റെ കോംപ്ലക്സിൽ തന്നെയാണ് കൊലപാതകം താമസിക്കുന്നത്. അയാൾക്കെതിരെയുള്ള എല്ലാ തെളിവുകളും ഞങ്ങൾ ശേഖരിച്ചു വരുന്നുണ്ട്. പക്ഷെ അയാളുടെ കൊലപാതകത്തിനുള്ള മോട്ടീവ് എന്താണെന്നുള്ള കാര്യം ഇപ്പോൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്താൻ കഴിയില്ല. വി വിൽ ഇൻഫോം യു ലേറ്റർ. ഈ പ്രതിയുടെ ഫോട്ടോയും മറ്റു ഡീറ്റെയിൽസും നിങ്ങൾക്ക് എല്ലാവർക്കും തരാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ദയവായിട്ട് നിങ്ങൾ പോലീസുമായിട്ട് സഹകരിക്കുക. താങ്ക് യു. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഒന്നിൽ കൂടുതൽ സർ, ഒരു വ്യക്തി തന്നെയാണോ കൊലയാളി? അതോ ഒന്നിൽ കൂടുതൽ പേരുണ്ടോ? സർ, ഈ 2 കൊലപാതകം ചെയ്ത ഒരാൾ തന്നെയാണോ? റൂബിൻ സ്നേഹ കൊലക്കേസിലെ പ്രധാന പ്രതി അറസ്റ്റിൽ. റൂബിന്റെ തൊട്ടടുത്തുള്ള ഫ്ളാറ്റിലെ താമസക്കാരനായിരുന്നു പ്രതി. IT ജീവനക്കാരനായ പ്രതി മയക്കുമരുന്നിന് അടിമയായിരുന്നുവെന്നാണ് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. എന്താ ചായ കുടിക്കാത്ത? അറിയില്ല, എന്തോ ഒരു മിസ്സിങ്. കേസൊക്കെ തെളിഞ്ഞല്ലേ, പിന്നെ എന്തൊരു മൂഡ് ഓഫ്? ആ കേസ് തന്നെ. അത് പറ്റി എന്റെ അടുത്തൂടെ പറ. ഒരു ലേഡി ഷെർലക് ഹോംസായി ഞാൻ കൂടി ചിന്തിക്കാം. ജോർജ് കുറച്ച് ബഹളമുണ്ടാക്കുന്നതല്ലാതെ ജോർജ് ആരെയും കൊല്ലുന്നതായിട്ട് ആ വീഡിയോയിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല. ജോർജ് റൂബിൻ്റെ ഫ്ലാറ്റിൽ നിന്നിറങ്ങി അയാളുടെ ഫ്ലാറ്റിലേക്ക് കയറുന്നതിന് മുമ്പ് അയാൾ ആരെയോ ചീത്ത വിളിക്കുന്നത് ആ വീഡിയോയിൽ കാണാം. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വന്ന വ്യക്തി എന്തുകൊണ്ട് ഓപ്പോസിറ്റ് ഫ്ലാറ്റിൽ ഇങ്ങനെ ഒരു കൊലപാതകം നടന്നത് ആരോടും പറയാതെ മറച്ചു വെച്ചു? വീഡിയോ എടുത്ത ഗുണ്ടകളുടേത് കൊലപാതകമാവാനാണ് സാധ്യത. റോങ് വേയിൽ കയറി വന്നൊരു ലോറി അവർ സഞ്ചരിച്ചിരുന്ന വാനിൽ മനഃപൂർവ്വം പിടിച്ചതാണ്. അവിടെ നിന്ന് കിട്ടിയ തെളിവുകളിൽ അത് വ്യക്തമാണ്. ആർക്കു വേണ്ടിയായിരിക്കും ആ ലോറി ഡ്രൈവർ അത് ചെയ്തത്? ആ വീഡിയോയിൽ ജോർജിന്റെ കൈ ടീപ്പോയിൽ അടിക്കുമ്പോൾ കൈ മുറിഞ്ഞ് കത്തിയിൽ ചോരയാകുന്നതും ആ കത്തി താഴെ വീഴുന്നതും കാണും. അങ്ങനെയാണെങ്കിൽ സ്നേഹയെ കൊല്ലാൻ ഉപയോഗിച്ച കത്തി അയാളുടെ കയ്യിലുണ്ടായിരുന്നതല്ല. അപ്പോൾ സ്നേഹയെ കൊന്നതാര്? സാജൻ പറയുന്നത് വെച്ച് നോക്കുമ്പോ കൊലയാളി. അതെ, കൊലയാളി ഇപ്പോഴും കാണാമുറയത്ത് എവിടെയോ ഉണ്ട്. അനിൽ, മരിച്ച ഗുണ്ടകളുടെ കോൾ ലിസ്റ്റും സ്നേഹയുടെയും റൂബിൻ്റെയും ഫോൺ ഡീറ്റെയിൽസും അതിൻ്റെ സൈബർ ഡീറ്റെയിൽസും നാളെ രാവിലെ എൻ്റെ മേശപ്പുറത്തുണ്ടാകണം. ശരി സർ. ഓക്കെ ഓക്കെ. അനിൽ, ആ ഫ്ലാറ്റിലുള്ള എല്ലാ ഫാമിലികളെയും ചോദ്യം ചെയ്യണം. രോഹൻ, റീന, കിരൺ, അഞ്ജലി, അവരെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട്. സർ, റൂബിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് അവൻ ഒരു പെൺകുട്ടിയെയും വെറുതെ വിടാറില്ല. അതിലൊരു നമ്പർ റൂബിനെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അതെന്തിനു ബ്ലോക്ക് ചെയ്തു എന്നറിയണം. മറ്റൊരു നമ്പർ റൂബിൻ്റെ കോൺടാക്ട് ലിസ്റ്റിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. അതെങ്ങനെ മിസ്സായി എന്ന് പറയണം. സാർ, ഈ ലിസ്റ്റിൽ കുറച്ചധികം നമ്പറുകളുണ്ടല്ലോ. അപ്പം നമുക്ക് ഇവരെല്ലാം സംശയിച്ചൂടെ? നമുക്കാദ്യം ഫ്ലാറ്റിൽ നിന്ന് തുടങ്ങാം. ശരി സാർ. റോഹനില്ലേ? ഇല്ല സർ, പുറത്തു പോയി. റീനയ്ക്ക് റൂബിൻ്റെയും സ്നേഹയുടെയും കൊലപാതകത്തെ പറ്റി മുമ്പ് പറഞ്ഞതിൽ നിന്ന് കൂടുതലായി എന്തെങ്കിലും വിവരങ്ങൾ പറയാനുണ്ടോ? ഇല്ല സാറേ, ഒന്നുമില്ല. നിങ്ങളുടെ ഫാമിലികൾ തമ്മിൽ എങ്ങനെയാ? ഇടയ്ക്കൊക്കെ കാണാറുണ്ടായിരുന്നു എന്നല്ലാതെ ഫാമിലികൾ തമ്മിൽ അടുപ്പമൊന്നുമില്ല. ഫാമിലികൾ തമ്മിൽ അടുപ്പമില്ലായിരിക്കും, എന്നാൽ റീനയും റൂബിനും തമ്മിൽ അടുപ്പമുണ്ട്. റൂബിനോ ആയോ? എനിക്കൊരടുപ്പമില്ല. ഞാനിങ്ങനെ അയാളുമായിട്ട് സംസാരിക്കാറ് പോലുമില്ല. ഇവള് പറയില്ല സാറേ. ഇവളെ നമുക്ക് സ്റ്റേഷനിൽ കൊണ്ടുപോയി പറയിപ്പിക്കാം. അവനെ അങ്ങ് പൊക്കാം. സാറേ, പ്ലീസ് സാറേ, ഞാൻ പറയാം. ഞാനും റൂബിനും തമ്മിൽ അടുപ്പത്തിലായിരുന്നു.
എപ്പം മുതൽ? ഇവിടെ വന്നത് മുതൽ. എന്നിട്ട് ആദ്യമൊന്നും ഞാൻ വഴങ്ങിയില്ല. പിന്നെ പയ്യെ പയ്യെ അയാള് മതി, ബാക്കി പറയണ്ട, എനിക്ക് മനസ്സിലായി. പിന്നെ എന്തുകൊണ്ട് നീ അവനെ നിന്റെ കോൺടാക്ട് ലിസ്റ്റിൽ നിന്ന് ബ്ലോക്ക് ചെയ്തു? റൂബിൻ കൊല്ലപ്പെടുന്നതിന് 1 മാസം മുന്നേ എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ അയാളുടെയും എൻ്റെയും കുറച്ച് ഇൻറ്റിമേറ്റ് ഫോട്ടോസ് ആയിരുന്നു. രോഹൻ ആ ബന്ധം അറിയതെന്ന് കരുതിയിട്ട സർ ഞാൻ അയാളുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചതും നമ്പറൊക്കെ ബ്ലോക്ക് ചെയ്തതും. അയാൾ എന്നെ ചതിക്കുമായിരുന്നു സാറ്. ഈ കാര്യങ്ങളൊക്കെ റൂബിൻ രോഹനോട് പറയുമോ എന്ന് എനിക്കാകെ പേടിയായിരുന്നു. അങ്ങനെ പേടിച്ചാ ഞാനിവിടെ കഴിഞ്ഞതും. എനിക്കല്ലാതൊന്നും അറിയത്തില്ല സാറേ, ഞാൻ ആരെയും കൊന്നിട്ടില്ല. കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിലേ വിളിപ്പിക്കും. വാപ്പയില്ലേ മോളെ? പാപ്പാ എന്താ സാറേ? ഫൈസലിരിക്കേ, ഇരിക്കേ. ജോർജ് ആയിരുന്നല്ലോ അവരെ, എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എന്നാലും അവൻ അങ്ങനെ. അൻസിയല്ലേ ഇവിടെ? എന്താ സാറേ? അൻസിയ ഉണ്ടല്ലോ, ഒന്ന് വിളിക്കേ. അൻസി. അല്ല സാറേ, പ്രതിയെ പിടിച്ചിട്ടും ഇതൊരു കേസ് അന്വേഷണം കഴിഞ്ഞില്ലേ? ഈ കേസ് ഫയൽ ക്ലോസ് ചെയ്യുന്നതിന്റെ ഭാഗമായുള്ള ഒരു ഫൈനൽ എൻക്വയറി അങ്ങനെ കണ്ടാൽ മതി. ഇതിന് ഞങ്ങൾക്ക് കുറച്ച് സംശയങ്ങളുണ്ട് സാറേ. ഞങ്ങൾ അന്ന് പറഞ്ഞേക്കുള്ളൊന്നും പറയാനില്ല. അവരുമായി പറയത്തക്ക ബന്ധമൊന്നുമില്ല ഞങ്ങൾക്ക്. സത്യത്തിൽ 4-5 പ്രാവശ്യം നേരിട്ട് കണ്ടിട്ടുള്ളത് തന്നെ. അതല്ല, ഞങ്ങളന്ന് പറഞ്ഞാണ്. അൻസിക്കോ ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് അൻസിക്ക് ഞങ്ങളോട് കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, വേറൊന്നും പറയാനില്ല. അൻസിക്ക് റൂബിൻ മെസ്സേജ് അയച്ചിരുന്നോ? എനിക്കൊരു മെസ്സേജ് അയക്കാറില്ല. ഫൈസൽ 8089 84 81 82 ഇത് അൻസിയുടെ നമ്പറല്ലേ? ഈ നമ്പറിലേക്ക് റൂബിൻ മെസ്സേജ് അയച്ചിരുന്നോ? എന്താണ് ഒന്നും പറയാത്തെ? നിങ്ങൾ എന്തിനാ ഹരാസ് ചെയ്യുന്നത്? അവക്കാരും മെസ്സേജും കോപ്പൊന്നും അയച്ചിട്ടില്ല. ഇവിടെ വല്ല ഫോട്ടോസോ വീഡിയോസോ കൊറിയറായിട്ടോ മറ്റോ വന്നിട്ടുണ്ടായിരുന്നു? ഇല്ല, അങ്ങനൊന്നും വന്നിട്ടില്ല സാറേ. ഉറപ്പാണോ? സാറെന്താ ഇപ്പൊ ഞങ്ങളെ പ്രതിയേക്കാൻ നോക്കാണോ? ഇല്ലാത്ത കൊറിയറിന്റെ മെസ്സേജിന്റെ കാര്യം പറഞ്ഞ് ഞങ്ങൾ കൊടുക്കാൻ നോക്കാണല്ലേ? സാറ് പറയും പോലെ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിലേ അതിന് തെളിവായിട്ട് സാറ് വാ, അപ്പം നമുക്ക് നോക്കാം. പിന്നെ തെളിവുള്ളൊരു കാര്യം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നോക്ക്, ശരിക്കും നോക്ക്. കണ്ടോ? ഇതിലേ സ്നേഹയുടെ കൂടെ പോണതാരാണെന്ന് സാറൊന്ന് സൂക്ഷിച്ചു നോക്കി. ഇത് കൊലപാതകം നടക്കുന്ന ഒരാഴ്ച മുമ്പെടുത്ത വീഡിയോയാ. അതിന്റെ ഡീറ്റെയിൽസ് അതിലുണ്ട്. ഇനി പറ, നിങ്ങളും കൊല ചെയ്യപ്പെട്ട സ്നേഹം തമ്മിൽ എന്താണ് ബന്ധം? ഇതേ സാറിനെ അഴിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ളൊരു കുരുക്ക. കഴക്കൂട്ടം ദമ്പതി കൊലക്കേസ് വഴിത്തിരിവിൽ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ CI സാജൻ കൊലപാതകം നടക്കുന്നതിന് ഒരാഴ്ച മുമ്പ് സ്നേഹയുടെ ഫ്ളാറ്റിലെത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾ യാദൃശ്യമായി കോറിഡോറിൽ ഇൻസ്റ്റാ റീൽസ് ചിത്രീകരിക്കുന്നവരെയാണ് പുറത്തുവിട്ട ഫൈസലിന്റെ വാദം.
കേസിലെ പ്രധാന പ്രതിയെ പിടികൂടി. രാവിലെ തന്നെ മീഡിയക്കാർ കുറയ്ക്കാൻ തുടങ്ങിയോ? സാർ ഇത് ആകെ കുഴപ്പമാവുന്നാ തോന്നുന്നു. ഈ മാധ്യമങ്ങളെല്ലാം കൂടെ നമുക്കിട്ട് മനഃപൂർവ്വം പണി തരാൻ വേണ്ടി ഇറങ്ങിക്കോ. സകല അവന്മാരും വന്ന് ഇറങ്ങിയിട്ടുണ്ട്, കമ്പും കാച്ചിയും കൊടിമരവും ഒക്കെ ആയിട്ട്. ആഭ്യന്തരമന്ത്രി രാജിവെക്കണമെന്നും പറഞ്ഞു. ഇതാകെ പുലിവാലാകുമല്ലോ സാറേ. അല്ല, ഈ റൂബിൻ സ്നേഹക്കൊലക്കേസ് ഇപ്പൊ പൊക്കി എടുത്തുകൊണ്ട് വരാൻ യുവമാർക്ക് എന്താ കാര്യം? സാറേ, ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ സാജനും ആ മരിച്ചുപോയ പെൺകുട്ടിയും തമ്മിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് അവർ പറയുന്നത്. ഇതിപ്പോ നമുക്കിട്ടുള്ള പണിയാണല്ലോ സാറേ. എടോ, DGP ഒന്ന് വിളിക്കൂ. താനൊരു കാര്യം ചെയ്യും. ആ സാർ. നമ്മുടെ യൂത്ത് പിള്ളേരെ ഉപയോഗിച്ച് ഇതിന്റെ സത്യസ്ഥിതി എന്താണെന്ന് അന്വേഷിച്ചുകൊണ്ട് വരാൻ പറ. ശരി സാർ. ഇനി എടുക്കടോ. ഹലോ സർ. നിങ്ങളെല്ലാം എന്താണോ ഈ കാട്ടിക്കൂട്ടുന്നത്? എടോ, ആഭ്യന്തര വകുപ്പ് നാഥനില്ലാ കളരിയാണെന്നും ആഭ്യന്തര മന്ത്രി ഒരു കിഴങ്ങനാണെന്ന് വരുത്തി തീർക്കാനാണോ നിങ്ങളൊക്കെ ഭാവം? നീയൊക്കെ കൂടി എന്നെ കൊണ്ട് രാജി വെപ്പിക്കോടാ. സർ, ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ പോലീസ് ഫോഴ്സിന്റെ ആത്മവീര്യം കെടുത്തരുത്. ഞങ്ങൾ വളരെ എഫിഷ്യന്റ് ആയിട്ട് തന്നെയാണ് സാർ മുന്നോട്ട് പോകുന്നത്. എടോ, ഇതാണോ നിങ്ങളുടെ എഫിഷ്യൻസി? ഇങ്ങനെയൊക്കെയാണോ എഫിഷ്യൻസി കാണിക്കുന്നത്? എടോ, ആ കഴക്കൂട്ടം കൊലപാതക കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനും ആ പെണ്ണുമായി എന്തോ ബന്ധമുണ്ടെന്നാണല്ലോ പറയുന്നത്. താൻ ഈ ലോകത്തല്ലേ ജീവിക്കുന്നത്? എടോ, വെട്ടക്കാഴ്ചല്ലേ മാധ്യമങ്ങളല്ലേ എഴുതി കാണിക്കുന്നത്? എടോ, റിയലി എന്താ സംഭവിച്ചത്? സാർ, അത് ആ കേസ് അന്വേഷിക്കുന്നത് CS സാജനാണ് സാർ. അദ്ദേഹത്തോട് എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുണ്ട്. He will come and give me the explanation tonight. കോപ്പിലൊരു എക്സ്പ്ലനേഷൻ. എടോ, എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, ഞാൻ ചികിത്സ കഴിഞ്ഞ് വരുമ്പോൾ വിത്തിൻ 7 days 7 ദിവസത്തിനകം ഇതിനൊരു പരിഹാരം ഉണ്ടായിരിക്കണം. ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ വിളിക്കാനുള്ള അവസ്ഥ ഉണ്ടാകരുത്. കേട്ടല്ലോ? മൈൻഡിൽ എന്തുമാത്രം പ്രഷർ ഉണ്ടെന്നറിയോ ഹോം മിനിസ്റ്ററിന്റെ അവിടെ നിന്ന്? നിങ്ങൾ എന്ത് ഇൻവെസ്റ്റിഗേഷൻ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്? അന്വേഷണ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ട സ്നേഹയുടെ വീട്ടിൽ കയറി പോവാ. ഹോം മിനിസ്റ്ററോട് ഞാനെന്ത് പറയും? നിങ്ങളുടെ ടീമിലുള്ള ആൾക്കാരൊക്കെ നിങ്ങളാണ് നോക്കേണ്ടത്, അല്ലാതെ എല്ലാത്തിനും ഉത്തരം പറയാനല്ല DGP. താനല്ലേ ഈ കേസിലെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ. കൊല്ലപ്പെട്ട സ്നേഹയുടെ ഫ്ലാറ്റിൽ താൻ എന്തിനാ പോയത്? എന്താ നിങ്ങൾ തമ്മിലുള്ള ബന്ധം? സർ, സ്നേഹം മുമ്പ് നൽകിയ ഒരു പരാതി അന്വേഷിക്കാനാണ് ഞാൻ അന്ന് അവിടെ ചെന്നത്. സർ വരുന്നുണ്ട്. സോറി, ഫയൽ എടുക്കാൻ പറഞ്ഞു. എടുത്തിട്ടോ? ശരി സർ. സാർ ഇരിക്കൂ, ഞാനിപ്പോൾ വരാം. എന്തായിരുന്നു നിങ്ങളുടെ ഹസ്ബൻഡും തമ്മിലുള്ള ഇഷ്യൂ? ഇപ്പോഴത്തെ എൻ്റെ കേസ് അന്വേഷണം പുരോഗമിക്കുന്നതും സ്നേഹ അന്ന് നൽകിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. എല്ലാ ഡീറ്റെയിൽസും ആദ്യം മുതലേ ഞാൻ ആ കേസ് ഫയലിൽ ചേർത്തിട്ടുണ്ട്, അന്നത്തെ ആ വിസിറ്റ് ഉൾപ്പെടെ. ഈ കേസിന്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ്? അതാണ് എനിക്ക് അറിയേണ്ടത്. സാർ, ആ ഫ്ലാറ്റിൽ തന്നെയുള്ള ആരുടെയോ സഹായം പ്രതിക്ക് ലഭിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഓരോരുത്തരെയായി ചോദ്യം ചെയ്തു വരികയാണ്. വിത്തിൻ 7 days ഹോം മിനിസ്റ്റർ തിരിച്ചു വരികയാണ് ഫോറിൻ ട്രിപ്പിൽ നിന്ന്. അതിനകത്ത് ഐ വാണ്ട് ദ കേസ് ടു ബി റിസോൾവ്. പ്രതിയെ കണ്ടെത്തിയിരിക്കണം. Did you get me? Sir. Clear? CI സാജനെതിരെയും സംശയത്തിന്റെ ചൂണ്ടുവിരൽ. വഴിത്തിരിവായത് ഫ്ലാറ്റിലെ കുട്ടികൾ ചെയ്ത റീൽ വീഡിയോ പുറത്തായതോടെ. അയ്യോ, ചിരിച്ചു കഴിഞ്ഞെങ്കിൽ നമുക്ക് പോയാലോ? ചിരി വരുന്നുണ്ടോ? ചിരിക്കണ, നിനക്ക് റൂബിന്റെ സ്നേഹയുടെ കൊലപാതകത്തിൽ പങ്കുണ്ട്. അതെന്താന്ന് പറയാതെ നീ പുറലോ കാണില്ല. അനിൽ, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? എന്നെ തല്ലേന്ന് പറ സാറേ. എനിക്ക് ആ കൊലപാതകളെ ഒരു പങ്കുമില്ല സാറേ. നിങ്ങൾ എന്തിനാ അയാളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഞാൻ ഇയാളെയും ഇയാളുടെ വൈഫിനെയും ചോദ്യം ചെയ്തത് ഇയാളുടെ വൈഫിന്റെ നമ്പർ റൂബിന്റെ മെസ്സേജ് ലിസ്റ്റിൽ ഉണ്ടായതുകൊണ്ട് മാത്രമല്ല, സ്നേഹ എന്നോട് എന്ന് പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ എന്ന് അറിയാൻ കൂടി വേണ്ടിയാണ്. സാർ, റൂബിന് പല സ്ത്രീകളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് റീസെൻ്റ്ലിയാണ് ഞാൻ അറിയുന്നത്. അതുകൊണ്ട് തന്നെ അതുണ്ടാക്കിയ ട്രോമയും ട്രസ്റ്റ് ഇഷ്യൂസൊക്കെ വളരെ വലുതായിരുന്നു. റൂബിൻ ഒരു വിമനൈസർ ആണെന്നുള്ള കാര്യം എൻ്റെ ബ്രദർ വിവാഹത്തിന് മുമ്പ് തന്നെ എന്നെ പല പ്രാവശ്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ ഞാനത് മനസ്സിലാക്കിയില്ല.
ഇത് കുറച്ചുനാൾ മുമ്പ് എൻ്റെ കാറിലാരോ കൊണ്ടുവച്ചിട്ട് പോയതാ. സ്നേഹയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഫൈസലിന്റെ ഭാര്യയെ ചോദ്യം ചെയ്തത്. ഇതുവരെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട എല്ലാ സസ്പെക്റ്റുകളും പോലീസ് എത്തുന്നതിന് മുമ്പേ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു കൊലപാതകം കൂടി നടക്കരുത്. ഇയാളെ വിട്ടേക്ക്. സാറേ, കുറച്ചാൾ പിന്നെ എൻ്റെ ഫോണിലേക്ക് ഒരു ഫോട്ടോ വന്നിട്ടുണ്ടായിരുന്നു വാട്സപ്പായിട്ട്. ഈ നമ്പറും ആ ഗുണ്ടകൾക്ക് കോൾ വന്ന നമ്പറും ആരുടേതാണെന്ന് ഉടൻ തന്നെ കണ്ടെത്തണം. ഓക്കെ. ജോർജ്, ജോർജ്, എന്താന്നുണ്ടായത്? സാർ, കുറച്ചധികം നാളുകളായിട്ട് ഞാനൊരു പെയിന്റിങ്ങിൽ ഇൻവോൾവഡ് ആയിരുന്നു. അന്ന് DJ നടന്ന ദിവസം ഞാൻ അത്യാവശ്യം നല്ല ഹൈ ആയിരുന്നു. അന്ന് തന്നെ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. ഞാൻ ഫ്ലാറ്റിലെത്തി, ഫുഡ് ഉണ്ടാക്കി കഴിച്ചു. പിന്നെ ഒരു ലൈനൊക്കെ ഇട്ട് ഒരു ജോയിൻ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് ആ പെയിൻറ്റിങ് ഒന്ന് ഫൈനൽ ടച്ച് ചെയ്യാൻ വേണ്ടിയിരുന്നപ്പോഴാണ് അപ്പുറത്ത് റൂബിൻ്റെ ഫ്ലാറ്റിൽ നിന്ന് എന്തൊക്കെയോ ബഹളം കേട്ടത്. അങ്ങനെയാണ് സാറേ സത്യം പറയാൻ ഞാൻ അങ്ങോട്ട് ഇറങ്ങിപ്പോയത്. പക്ഷെ അവിടെ ചെന്നിട്ട് ഞാൻ എന്താണ് ചെയ്തതെന്നോ അവിടെ എന്താണ് സംഭവിച്ചതെന്നോ സത്യം പറയാൻ എനിക്ക് ഓർമ്മയില്ല സാർ. സത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. സംഭവിച്ചത് ഇതാണ് ജോർജ്. ജോർജ് ആരെയും ഉപദ്രവിച്ചിട്ടില്ലെന്ന് ഈ വീഡിയോയിൽ നിന്ന് വ്യക്തമാണ്. തനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞ് ഈ കുരുക്കഴിച്ചാൽ ജോർജിന് രക്ഷപ്പെടാം. സാറേ, പറ ജോർജ്, റൂബിൻ്റെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴി ജോർജ് ആരോട് സംസാരിച്ചേ? സാർ, സാറേ സത്യം പറയാൻ എനിക്ക് തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല സാറേ. എനിക്ക് ഓർമ്മയില്ല. നമ്മൾ ആ ഫോൺ നമ്പർ ആരുടെ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അത് ഈ സിറ്റിക്കകത്ത് നിന്നുള്ള അറിയപ്പെടുന്ന 2 കൊട്ടേഷൻ ടീമിലെ പ്രധാനികളാണ് അവർ. ഗുഡ്. അവരുടൻ തന്നെ അറസ്റ്റ് ചെയ്യണം. ഈ വിവരം വേറെ ആരുമായി ഷെയർ ചെയ്യരുത്. അങ്ങനെ വന്നാൽ അവർ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. 1 മണിക്കൂറിനുള്ളിൽ നമ്മൾ അവരെ 2 പേരെയും പൊക്കിയിരിക്കും. ഇതാരാടാ? ഇതാരാണെന്ന് അറിയില്ല സാറേ, ഞാൻ കണ്ടിട്ടില്ല. നിനക്കറിയോടാ? അറിയില്ല സാറേ. ഈ ഫാമിലിയോ? ഇല്ല സാറേ, ഞാൻ കണ്ടിട്ടില്ല. അറിയില്ല. ഇവരറിയില്ല? ഇല്ല സാറേ. ഇവർ 2 ആഴ്ച മുന്നേ ദുരൂഹ സാഹചര്യത്തിൽ ഫ്ലാറ്റിലും അതുപോലെ റോഡരികിലും വെച്ച് കൊല്ലപ്പെട്ടവരാണ്. ഇവരുടെ ഫോൺ നമ്പറിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങളിലൊരാളുടെ 7025334566 നമ്പറിൽ നിന്ന് പല തവണ കോളുകൾ പോയിട്ടുണ്ട്. അവസാനമായി കോൾ പോയത് അയാൾ മരിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ്. അതുപോലെ ഞാൻ രണ്ടാമത് പറഞ്ഞ 9847115111 എന്ന നമ്പറിൽ നിന്ന് ഫൈസലിൻ്റെ നമ്പറിലേക്ക് കൊല്ലപ്പെട്ട റൂബിൻ്റെയും ഫൈസലിൻ്റെ ഭാര്യയുടെയും ഇൻറ്റിമേറ്റ് ഫോട്ടോസ് വാട്സപ്പ് വഴി പോയിട്ടുണ്ട്. ഇനി ഞങ്ങൾക്കറിയേണ്ടത് ഈ കൊലപാതകത്തിൽ നിങ്ങൾക്കുള്ള പങ്കിനെ കുറിച്ചാണ്. അറിയില്ല സാറേ, അറിയില്ല സാറേ. ഞങ്ങൾക്ക് ഒന്നും അറിയില്ല. ഞങ്ങൾക്ക് ഒരു ബന്ധമില്ല സാറേ. സാറേ, ഞാൻ ഈ കൊട്ടേഷൻ പണിയൊക്കെ നിർത്തിയിട്ട് കുറെ കാലമായി സാറേ. നീ കൊട്ടേഷൻ പണിയൊക്കെ നിർത്തിയിട്ട്? ഞാനിപ്പോ കോവളത്തൊരു കാർ ഷോറൂമില് CC കാരുടെ കൂടെയാണ് സാറേ. ഇല്ല സാറേ, ഞാനൊന്നിനും പോകാറില്ല. എനിക്കറിയില്ല സാറേ. എനിക്ക് ആരെന്ന് പോലും അറിയില്ല. എന്റെ നമ്പരും അല്ല. ഇല്ല സാറേ, ഞാനിപ്പോ CC മടങ്ങുന്ന വണ്ടി വല്ലോ എടുക്കാണ്ടെങ്കിൽ പോയി എടുക്കും. അതല്ലാതെ ഞാൻ വേറെ ഒന്നിനും പോകാറില്ല സാറേ.
സാറേ അവർ പറയുന്നത് ശരിയായിരിക്കും. ഇവന്മാർ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്ന നമ്പർ വെച്ചാണ് നമ്മളിവരെ ട്രാക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ കയ്യിലുള്ള ഇവരുടെ പേരിലുള്ള നമ്പർ അത് ഇവർ ഉപയോഗിക്കുന്ന അല്ലെങ്കിലും. അപ്പോൾ ഇവന്മാരുടെ ഐഡന്റിറ്റി ഇവരറിയാതെ വേറെ ആരും ഉപയോഗിക്കുന്നുണ്ട്. അതാരാണെന്ന് കണ്ടുപിടിക്കണം. ആ സർ. ഇവർ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ പോയിട്ട് ഡീറ്റെയിൽസ് എടുക്കുക. ഓക്കെ സർ. ആ പ്ലേറ്റ് അല്ല, ഇതല്ല. ആ ഗുണ്ടകളുടെ ഓമിനി പോയതിന് ശേഷമുള്ള വീഡിയോ. സർ സർ അവർ പറഞ്ഞത് ശരിയാണ്. ആ സിം എടുത്ത സമയം അവർ കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ തന്നെയായിരുന്നു. സാർ നമ്മുടെ ആകെ ഉണ്ടായിരുന്ന പ്രതീക്ഷ ഇല്ലാണ്ടായ സ്ഥിതിക്ക് നമ്മളിനി എന്ത് ചെയ്യും? ഇത് കുറച്ചുനാൾ മുമ്പ് എന്റെ കാറിൽ ആരോ കൊണ്ടുവച്ചിട്ട് പോയതാ. ഇന്റിമേറ്റ് ഫോട്ടോസ് ആയിരുന്നു. എന്റെ ഫോണിൽ ഒരു ഫോട്ടോ ഒന്നുണ്ട്. അപ്പോൾ ഇവന്മാരുടെ ഐഡന്റിറ്റി ഇവരറിയാതെ വേറെ ആരും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇവന്മാരുടെ ഐഡന്റിറ്റി ഇവരറിയാതെ വേറെ ആരും ഉപയോഗിക്കുന്നുണ്ട്. ആ ഓംനി വാനിന്റെ പുറകുഭാഗത്ത് നടക്കുന്ന കാര്യങ്ങൾ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഈ വീഡിയോ നമ്മുടെ കയ്യിൽ എത്തുന്നതിന് മുമ്പേ തെളിവ് നശിപ്പിക്കാനായിട്ട് ആരോ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ ഫുട്ടേജ് 11:45 എന്ന സമയത്തിന് ശേഷം 11:47 എന്നാണ് കാണിക്കുന്നത്. നമുക്ക് കിട്ടിയ വീഡിയോയിൽ റൂബിനെ ഗുണ്ടകൾ ഓമിനിയിൽ കയറ്റി അതിലൊരു ഗുണ്ട ഫ്ലാറ്റിൽ പോകുന്ന സമയത്ത് അതുവരെ വീഡിയോയിൽ ഇല്ലാത്തൊരു കാർ പ്രത്യക്ഷമാകുന്നുണ്ട്. ഫ്ലാറ്റിലേക്ക് പോയ ഗുണ്ട തിരികെ വന്ന് ഗുണ്ടകൾ ഓമിനിയുമായി പോയതിനു ശേഷം ആ കാർ അപ്രത്യക്ഷമാകുന്നുമുണ്ട്. ആ കാർ വരുന്നതും പോകുന്നതുമായിട്ടുള്ള വിഷ്വൽസാണ് ഫുട്ടേജസിൽ നിന്ന് നമുക്ക് മിസ്സായിട്ടുള്ളത്. അപ്പോൾ ആരോ ആ സമയം അവിടെ കാറിൽ വന്നിട്ടുണ്ടാകും. വന്നയാൾ ഉറപ്പായും ഫ്ലാറ്റിൽ കയറിയിട്ടുണ്ടാവും. ഗുണ്ടകളിൽ നിന്ന് കിട്ടിയ വീഡിയോയിൽ സമയം വെച്ച് നോക്കുമ്പോൾ ആ വീഡിയോയിൽ ജോർജ് തെറി വിളിച്ചിട്ടുണ്ടാവുക ഈ വന്നയാളെ ആയിരിക്കും. ഇവിടെ ഒരുത്തന്റെ ഒച്ച ഇവിടെ കേൾക്കരുത്, എന്നെ അറിയാല്ലേ? ഐ തിങ്ക് അത് കില്ലറാകാൻ ചാൻസ് ഉണ്ട്. രാഹുൽ, നിനക്ക് വേറെ ഓപ്ഷനുകളില്ല. നീ ആർക്ക് വേണ്ടിയായിരുന്നു ആ വീഡിയോ ഡിലീറ്റ് ചെയ്തത്? അന്ന് ആ കാറിൽ അവിടെ ഉണ്ടായിരുന്നത് ആരാണ്? പറയണം സർ, പ്ലീസ് സർ, എന്നെ തല്ലരുത്. ഞാൻ പറയാം. അത് ഇങ്ങോട്ട് എണീറ്റ് വാടാ. അതെ, അത് ഞങ്ങൾ പറയേണ്ടടുത്ത് പറഞ്ഞോളാം. പറയൂ കിരൺ, സ്നേഹയുടെയും റൂബിന്റെയും കൊലപാതകം നടന്ന ദിവസം എന്താ സംഭവിച്ചത്? സാർ, ഞാൻ പറഞ്ഞതാണല്ലോ, ഞാൻ പുറത്തോട്ട് പോകുന്ന വഴിക്ക് അവരുടെ ഫ്ലാറ്റിൽ നിന്ന് കുറച്ച് ശബ്ദവും ബഹളവും ഒക്കെ ഞാൻ കേട്ടു. അതല്ല, എനിക്കറിയില്ല ഇതിനെ പറ്റിയിട്ടൊന്നും. നീ ഇനി എന്ത് നുണ പറഞ്ഞിട്ടും യാതൊരു കാര്യമില്ല. നിനക്കെതിരായിട്ടുള്ള എല്ലാ എവിഡൻസും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അവ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങുന്നതും വണ്ടി പാർക്ക് ചെയ്ത് തിരിച്ചു കയറുന്നതായിട്ടുള്ള വിഷ്വൽസ് എല്ലാം അതിൽ നിന്ന് ഒഴിവാക്കി തരണമെന്നാണ് അവ പറഞ്ഞത്. ഫ്ലാറ്റിലെ ക്യാമറയിൽ നിന്ന് നീ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതും കാറ് പാർക്ക് ചെയ്തിട്ട് തിരികെ കയറി വരുന്നതുമായിട്ടുള്ള വിഷ്വൽസ് ലഭിച്ചിട്ടുണ്ട്. അതിലെ സമയവും സ്നേഹ കൊല്ലപ്പെട്ട സമയവും ഒന്നാണ്. ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇവരുടെ ഉത്തരം പറഞ്ഞേ മതിയാവും. നീ എന്തിനാണ് സ്നേഹയെയും റൂബിനെയും കൊലപ്പെടുത്തിയത്? നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ രാഹുലുമായി ചേർന്ന് CCTV വിഷ്വൽസ് മാറ്റിയതെന്ന്? എന്തിനായിരുന്നു നീ അന്ന് പാർക്കിങ്ങിൽ കാർ റെഡിയാക്കിയിട്ടത്? മിനിമം ഈ 3 ചോദ്യങ്ങൾക്ക് നീ ഉത്തരം പറഞ്ഞേ മതിയാവും. Come on, speak up.
എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ? എന്താ സംഭവിച്ചത് ഞാൻ പറയാം സാറേ. ഞാനും സ്നേഹയും ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആയിരുന്നു. കോളേജിലെത്തിയപ്പോഴാണ് അവൾക്ക് റൂബിനുമായിട്ടൊരു അഫെയർ ഉണ്ടാകുന്നത്. ആക്ച്വലി എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു സാറേ. അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പും അതിനുശേഷമുള്ള അവരുടെ കല്യാണമൊന്നും എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ലായിരുന്നു. അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ലെന്ന് മാത്രമല്ല, ഞാൻ ഒരു ഡിപ്രഷൻ്റെ ലാസ്റ്റ് സ്റ്റേജ് വരെ പോയതാണ് സാർ. അതിൽ നിന്നൊക്കെ ഞാൻ റിക്കവർ ആകുന്നത് ശരിക്കും അഞ്ജലിയായിട്ടുള്ള വിവാഹത്തിന് ശേഷമാണ്. അഞ്ജലിയെ വിവാഹം കഴിച്ച് സുഖമായിട്ട് എൻ്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സ്നേഹയും റൂബിനും ഞങ്ങളുടെ ഫ്ലാറ്റിൽ വന്ന് താമസിക്കാൻ തുടങ്ങിയത്. വർഷങ്ങൾക്ക് ശേഷം അവളെ കണ്ടതിൻ്റെ സന്തോഷമായിരുന്നു എനിക്ക്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് അവളുടെ ഫാമിലി ലൈഫ് ഫെയിലിയർ ആണെന്നും അവൾ മാനസികമായിട്ട് തളർന്നിരിക്കുകയാണെന്നും എനിക്ക് മനസ്സിലായത്. അവൾക്കാകെയുള്ളൊരു ആശ്വാസം ഞാൻ മാത്രമായിരുന്നു. അവളെല്ലാം എന്നോട് തുറന്നു പറയായിരുന്നു സാർ. സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു സാർ ആ കേട്ടതെല്ലാം. അപ്പോഴാണ് സാർ എനിക്കൊരു കാര്യം മനസ്സിലായത്, ഞാൻ എത്ര മാത്രം അവളെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത്. സാർ, പിന്നീട് നല്ല ഒരു സുഹൃത്ത് എന്നുള്ള നിലയിൽ ഞാൻ അവളെ സന്തോഷിപ്പിക്കാൻ ഒരുപാട് ശ്രമിച്ചു. ഒരു ദിവസം സ്നേഹ എന്നെ കാണാൻ വന്നത് വളരെ അപ്സെറ്റായിട്ടായിരുന്നു. ഇന്നലെ അയാൾ എന്നോട് പറഞ്ഞതും ചെയ്തതും ഒന്നും ഓർക്കാൻ പറ്റാത്തതായിരുന്നു. അവന്റെ കടങ്ങൾ വീട്ടാൻ സെക്സ് പാർട്ടിക്ക് പോണെന്ന് പറഞ്ഞായിരുന്നു ഇന്നലെ എന്നെ തല്ലി ചതച്ചത്. ഇനി എനിക്ക് സഹിക്കാൻ പറ്റില്ല സാർ. അയാളെ അനുസരിച്ചില്ലെങ്കിൽ അയാൾ എന്നെ കൊല്ലും. ഞാൻ അവനെ കൊല്ലും. ഉറപ്പാ. എനിക്കതിന് പറ്റിയില്ലെങ്കിൽ ഞാൻ സ്വയം അങ്ങ് ആരുടെ സഹായം എനിക്ക് വേണ്ട. ഞാനല്ലെങ്കിൽ ഒറ്റയ്ക്കാന്ന് എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. എടോ, എന്തിനാണെങ്കിലും ഞാൻ തൻ്റെ കൂടെ ഉണ്ട്. അവൾക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറായിരുന്നു സാർ. കൊലപാതകം നടന്ന ദിവസം എന്താ സംഭവിച്ചതെന്ന് കിരൺ ഇതുവരെ പറഞ്ഞില്ല. ഞാനും സ്നേഹയും പ്ലാൻ ചെയ്ത് റൂബിനെ കൊല്ലാനായി കാത്തിരുന്നു. അയാൾ പതിവ് പോലെ ജോലി കഴിഞ്ഞ് ഫ്ലാറ്റിലേക്ക് എത്തി. അയാൾ അകത്തേക്ക് കയറുമ്പോൾ കണ്ണിപ്പെടാതിരിക്കാൻ ഞാൻ ഉള്ളിലേക്ക് മാറി നിന്നു. എന്തായി എൻ്റെ തീരുമാനം? എന്താ മോളെ, കേട്ടില്ലേ? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പറ്റത്തില്ല. എപ്പോഴും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയാനും ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ IPL നടന്നോ? എല്ലാത്തിനും കാരണം നിന്റെ ഈ കുടിയാ. നാളെ നീ ജീവന്റെ കൂടെ ചെല്ലാന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. കടം തീർക്കാൻ വേണ്ടി ഭാര്യയെ കൂട്ടിക്കൊടുക്കാൻ നിനക്ക് നാണമില്ലേ? ഇല്ലടി, എനിക്ക് നാണമില്ല. ഇത്രയും നാളെ നിനക്ക് എന്റെ കൂടെ ജീവിച്ചിട്ട് മനസ്സിലായില്ലേ? അത്രയ്ക്ക് നാണെങ്കിലേ നിന്റെ കൂടെ കൊണ്ട് നടക്കുന്ന കുറെ പെണ്ണുങ്ങളുണ്ടല്ലോ, അവരെ കൊണ്ടേ കൂട്ടിക്കൊടുക്ക്. നിനക്ക് അവളെ പറഞ്ഞൊന്നുമല്ലേ? എന്നോട് ചെയ്യുന്നതിനൊരു കുഴപ്പമില്ല. നീ ആണല്ലോ
മയങ്ങിയെന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തതുപോലെ കാർ എടുത്തിട്ട് ഞാൻ പുറത്തേക്ക് നടന്നു. പെട്ടെന്നായിരുന്നു റൂബിൻ സ്നേഹയെ ആക്രമിക്കാൻ തുടങ്ങിയത്. അവളെ രക്ഷിക്കാൻ ശ്രമിച്ച എന്നെ റൂബിൻ തള്ളി താഴെ. കയ്യിൽ കിട്ടിയ ഫ്ലവർ വേസ് എടുത്ത് അവന്റെ തലയ്ക്ക് ഞാൻ ആഞ്ഞടിച്ചു. ഹേയ് സ്നേഹ, സ്നേഹ, ഒന്നുമില്ല, പേടിക്കണ്ട. ഞാൻ പോയി വണ്ടി എടുത്തിട്ട് വരട്ടെ. ഓക്കെ. ഞാൻ താഴെ പോയി കാറ് പാർക്ക് ചെയ്ത് തിരിച്ചു വരുമ്പോ ഇവിടെ ഒരുത്തന്റെ ഒച്ച ഇവിടെ കേൾക്കരുത്, എന്നെ അറിയാല്ലേ. സ്നേഹയെ കൊന്ന് റൂബിൻ രക്ഷപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ഞാൻ അവനെ അന്വേഷിച്ച് പുറത്തേക്ക് ഇറങ്ങി. ഞാനും സ്നേഹയും പ്ലാൻ ചെയ്ത് റൂബിനെ കൊല്ലാനെ കാത്തിരുന്നു. സ്നേഹ കൊല്ലപ്പെട്ട് 30-നും 50-നും മിനിറ്റുകൾക്ക് വ്യത്യാസത്തിലാണ് റൂബിൻ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതേസമയം രണ്ടുപേരും ആ ലിസ്റ്റിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. അവിടുത്തെ ഏതോ ഫ്ലൈറ്റിൽ വന്നതായിരിക്കണം സാറേ. റൂബിന്റെ കൈയുടെ നഖത്തിനിടയിൽ നിന്ന് കിട്ടിയ ബ്ലഡ് സാമ്പിൾസ് ആണ്. അത് സ്നേഹയുടേതാണ്. സർ, കിരൺ പറഞ്ഞ സത്യമായിരിക്കും. റൂബിൻ തന്നെ ആയിരിക്കും സ്നേഹയെ കൊന്നിട്ടുണ്ടാവുക. ആ സാധ്യതയും നമ്മൾ തള്ളിക്കളയുന്നില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ സ്നേഹയെ കൊല്ലാൻ ഉപയോഗിച്ച കത്തിയുണ്ട്. മാത്രവുമല്ല, ആരായിരിക്കും റൂബിനെ കൊന്നത്? അങ്ങനെയാണെങ്കിൽ സാറിന്റെ നിഗമനത്തിൽ ആരായിരിക്കും കൊലയാളി? ഇതുവരെ നമുക്ക് കിട്ടിയ തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ ആ സമയപരിധിയിൽ അവിടെ ഉണ്ടായിരുന്ന ആര് വേണമെങ്കിലും ആകാം ആ കൊലപാതകം ചെയ്തിട്ടുണ്ടാവുക. സ്നേഹ കൊല്ലപ്പെട്ട സമയം ഏകദേശം 11-നും 11:30-നും ഇടയിലാണ്. കിരണിൻ്റെ മൊഴിപ്രകാരം കിരൺ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ സ്നേഹ ജീവനോടെയുണ്ട്. ആ സമയം CCTVയിൽ വളരെ വ്യക്തവുമാണ്. ഗുണ്ടകളുടെ വീഡിയോയിൽ നിന്ന് ജോർജ് അവിടെ ഉണ്ടായിരുന്ന സമയവും വ്യക്തമാണ്. ആ സിനിമ പയ്യന്മാർ പറഞ്ഞത് പ്രകാരം അവിടെ താഴോട്ടിറങ്ങി വരുമ്പോൾ ഡോർ അടയ്ക്കുന്ന സ്നേഹയെ അവർ കണ്ടിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് റൂബിനുമായി ഗുണ്ടകൾ താഴേക്ക് പോയതിനും ജോർജ് വരുന്നതിനുമിടയിൽ സ്നേഹയോട് വൈരാഗ്യമുള്ള ആരോ ഒരാൾ അവിടെ വന്നു പോയിട്ടുണ്ടാവണം. അയാളായിരിക്കും കൊലയാളി. ഇതുവരെ നമ്മുടെ സസ്പെക്ട് ലിസ്റ്റിലില്ലാത്ത 4-മതൊരാൾ. ഞാൻ കിരണിനെ ജാമ്യത്തിലെടുക്കാൻ വന്നതാ. ലോയർ ഇപ്പൊ വരും. കിരൺ കുറ്റം സമ്മതിച്ചു. ഞങ്ങൾ FIR ഇട്ടു. ഇനി നമുക്കൊന്നും ചെയ്യാനില്ല. ഞങ്ങൾ അവനെ കോടതിയിൽ ഹാജരാക്കും. അഞ്ജലി അങ്ങോട്ട് വന്നു. സാർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എല്ലാ ഭർത്താക്കന്മാർക്കും ഒരു വൃത്തികെട്ട സ്വഭാവമുണ്ട്. ഭാര്യമാരെ എക്സ് ഗേൾഫ്രണ്ട്സുമായിട്ട് കമ്പയർ ചെയ്യും. കിരണിനും ആ സ്വഭാവം ഉണ്ടായിരുന്നു.
ആദ്യമൊക്കെ ഞാനത് കളിയായിട്ടെടുത്തു. പിന്നെ സ്നേഹ അത് പേര് കേൾക്കുമ്പോഴേ എനിക്ക് ഇറിറ്റേഷനാ. എന്നും കിരണിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി അവളായിരുന്നു. റൂബിന്റെ സ്നേഹം തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായാ ഉടനെ കിരൺ ഓടിപ്പോവും അവളെ ആശ്വസിപ്പിക്കാനായിട്ട്. ഒരു വിലയും തരാതെ അവൾ കിടന്ന് കെട്ടിമറിയുമ്പോ ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? കൊല്ലണ്ടേ അവളെ? അന്നേ ഞാൻ തീരുമാനിച്ചതാ. ഒത്തൊരവസരത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. പിന്നെ ഞാൻ കാണുന്നത് കിരൺ അവിടുന്ന് ഓടി പുറത്തോട്ട് പോകുന്നയാ. അപ്പോ അന്ന് അവിടെ ഉണ്ടായ ബഹളത്തിന് റൂബിൻ അവരെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തെ കണ്ടതാണ് കാരണം എന്ന് എനിക്ക് മനസ്സിലായി. എന്റെ സമയത്തിനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോഴേക്കോ പുറത്തുനിന്ന് രണ്ടുപേര് വന്ന് റൂബിനെ അവര് എടുത്തോണ്ട് പോകുന്ന ഞാൻ കണ്ടത്. അവിടെ എന്താ നടന്നതെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. സ്നേഹ ഫ്ലാറ്റിൽ ഒറ്റയ്ക്കാണെന്ന് എനിക്ക് മനസ്സിലായി. ആൻഡ് ഐ ന്യൂ ഇതാണ് എൻ്റെ ചാൻസ്. ഡോർ അടയ്ക്കുന്ന സൗണ്ട് കേട്ട് സ്നേഹ എന്നെ തിരിഞ്ഞു നോക്കി. എൻ്റെ കയ്യിലിരുന്ന് കത്തി വെച്ച് ഞാൻ ആഞ്ഞു വീശി. അവൾ കഴുത്ത് മുറിഞ്ഞ് she started bleeding out. എന്നിട്ട് അവൾ സോഫയിലോട്ട് മറിഞ്ഞു വീണു. ഭർത്താവിനെ രക്ഷിക്കാൻ അഞ്ജലി പറഞ്ഞ കഥ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ അത് വർക്കൗട്ട് ആവുന്നില്ലല്ലോ. ഇത് കഥയല്ല, ദിസ് ഈസ് ദ ട്രൂത്ത്. ഞാനാ ചെയ്തേ. ഞാനാ സ്നേഹയെ കൊന്നത്. ഞാൻ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. എന്റെ ഹസ്ബൻഡ് ഇനി നിന്റെയോ എന്റെ ഹസ്ബൻഡിന്റെയോ ഒച്ച ഈ ഡോറിന് പുറത്തോട്ട് കേട്ട രണ്ടെണ്ണത്തിന് ഞാൻ കൊല്ലും. കേട്ടോ കേട്ടോന്ന് ഇപ്പൊ എനക്ക് നാക്കല്ലേ? ഞാനാ കൊന്നത്. ഞാനാ സ്നേഹ കൊന്നത്. സ്നേഹയെ കൊന്ന അഞ്ജലിയാണെങ്കിൽ റൂബിനെ കൊന്നതാര്? കിരണായിരിക്കും അല്ലേ? നാളെയാണ് ഡെഡ് ലൈൻ. ഹോം മിനിസ്റ്റർ തിരിച്ചു വരുന്ന ദിവസം. ഐ വാണ്ട് ദ കേസ് ടു ബി ക്ലോസ് ബൈ ടുമോറോ. ഓക്കെ? ഐ എം പ്രിപ്പയർഡ് സർ. വിൽ ഡു ഇറ്റ്. ബോത്ത് ഓഫ് യു ക്യാൻ ലീവ് നൗ. സർ. നാണം കെടുത്തരുത് തന്നെ. സർ.
വലിയൊരു തലവേനങ്ങ് മാറിയില്ലടോ. എടോ, ഈ അഞ്ജലി കുറ്റം സമ്മതിച്ച സ്ഥിതിക്ക് കിരണെതിരെയുള്ള എവിഡൻസ് വെച്ച് തനിക്ക് ഈ കേസും ക്ലോസ് ചെയ്തില്ലേ? ഓക്കെ, ബൈ. ഐ വാസ് വെയിറ്റിംഗ് ഫോർ യു. താനെന്താണ് കോൺഫിഡൻഷ്യൽ ആയിട്ട് എന്തോ പറയണമെന്ന് പറഞ്ഞത്? സർ, കിരണിന്റെയും അഞ്ജലിയുടെയും കുറ്റസമ്മത മൊഴി പ്രകാരം സ്നേഹയെ കൊന്നത് അഞ്ജലിയാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. സ്നേഹയെ കൊല്ലാൻ ഉപയോഗിച്ച കത്തിയും അഞ്ജലി സറണ്ടർ ചെയ്തിട്ടുണ്ട്. അതുപ്രകാരം ഞാൻ കേസ് ഫയൽ ക്ലോസ് ചെയ്യുന്നു. ദാറ്റ്സ് എ ഗുഡ് തിങ്. സോ സ്നേഹയെ കൊന്നത് അഞ്ജലി, ദാറ്റ്സ് ഓക്കെ. ബട്ട് വാട്ട് അബൌട്ട് റൂബിൻ? റൂബിനെ കൊന്നത് ആരാണ്? സർ, എല്ലാ ഡീറ്റെയിൽസും ഈ ഫയലിലുണ്ട്. പ്ലീസ് ചെക്ക് ഇറ്റ്. സിറ്റ്. താങ്ക് യു സർ. What's this? I cannot believe this. ഇവിടെ തെളിവെവിടെ? Do you have any solid evidence against him? Yes, sir. Anil? Sir. Sir, ഇത് ഷിബു. ഇവരാണ് ആ ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെട്ട മൂന്നാമൻ. സർ, ഇവൻ പോലീസിന്റെ പിടിയിലാകുമെന്നായപ്പോൾ ഇവനെയും കൊല്ലാനുള്ള ശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടോടുന്നതിനിടയിൽ പോലീസിന്റെ കയ്യിൽപ്പെട്ട ഇവന്റെ ജീവൻ ഭയന്നുള്ള കുറ്റസമ്മതമാണ് ഈ കേസിന്റെ പ്രധാന വഴിത്തിരിവ്. ഇത് എങ്ങോട്ട് പോകാനാ? സാറല്ലേ? അയ്യോ, സാറിനെ തോറ്റി. അത് പെട്ടെന്നൊന്ന് വീണു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോവാ. അത് സാരമല്ല, ഞങ്ങൾ കൊണ്ടുപോകാം. ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി പോവാ. കുട്ടി പേടിക്കണ്ട. താൻ എന്നെ തിരക്ക് വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു.
നോ ഡൗട്ട് യു ആർ എ വെരി വെരി സ്മാർട്ട് ഓഫീസർ. എല്ലാ ക്രൈമിന് പിന്നിലും ഒരു മോട്ടീവ് ഉണ്ടാവണം. ജോൺ അബ്രഹാമിന്റെ മോട്ടീവ് എന്താണ്? ACP ജോൺ അബ്രഹാമിന്റെ ഭാര്യ സൂസനും റൂബിനും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. വൈഫിന്റെ കൊലപാതകം പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ ACP ഉടൻ തന്നെ റൂബിനും കൊല്ലപ്പെട്ടാൽ അന്വേഷണം തന്നിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി റൂബിനെ കൊല്ലാനുള്ള പ്ലാനുകളുമായി കാത്തിരുന്നു. റൂബിന് മറ്റു സ്ത്രീകളുമായുള്ള ബന്ധമറിയാമായിരുന്ന ACP അവരുടെ ഭർത്താക്കന്മാരെ റൂബിനെതിരെ തിരിക്കാൻ അവരുടെ ഇൻറ്റിമേറ്റ് ഫോട്ടോസ് സംഘടിപ്പിച്ച് ജയിലിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരുന്ന പരസ്പരം തിരിച്ചറിയാത്ത 2 പ്രതികളുടെ ID വെച്ച് സംഘടിപ്പിച്ച സിം കാർഡ് ഉപയോഗിച്ച് വാട്സപ്പ് മെസ്സേജായും കാറിൽ ഉപേക്ഷിച്ച നിലയിലും കൊറിയറായും അയച്ചു കൊടുത്തു. എന്നാൽ ചെറിയ രീതിയിൽ അത് റൂബിനെ ബാധിച്ചുവെന്നല്ലാതെ ACP പ്ലാൻ ചെയ്ത പോലെ വർക്കൗട്ടായില്ല. ഒടുവിൽ റൂബിനെ കൊല്ലാൻ ഗുണ്ടകളെ ഏർപ്പാടാക്കി അവർക്ക് രക്ഷപ്പെടാനുള്ള പ്ലാനുകളും തയ്യാറാക്കി ACP കാത്തിരുന്നു. ഇതിപ്പോൾ തൻ്റെ ഭാര്യയാണ് ചെയ്തതെന്നുണ്ടെങ്കിലേ അവളോടും അവളുടെ കാമുകനോടും താനും ഇതൊക്കെ തന്നെയല്ലേ ചെയ്യുക. സം ഡെസിഷൻസ് ആർ സിറ്റുവേഷണൽ ആൻഡ് ഇറ്റ്സ് ഹൈലി ഇമോഷണൽ ടു. ഒരു ക്രൈമിനെ മറ്റൊരു ക്രൈം കൊണ്ടല്ലല്ലോ നേരിടേണ്ടത്. വെൽ ഡൺ സാജൻ. താങ്ക് യു സർ. പോലീസിനെ കുഴക്കിയ ഇരട്ട കൊലപാതകത്തിന് കുരുക്കഴിച്ച CI സാജന് അഭിനന്ദന പ്രവാഹം. വിശദമായ റിപ്പോർട്ടുമായി അരുൺ ഘോഷ് ചേരും. കഴക്കൂട്ടം കൊലക്കേസിൽ റൂബിന്റെ കൊലയാളി ACP ജോൺ അബ്രഹാമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ ACP ജോൺ അബ്രഹാമിന് വേണ്ടിയുള്ള തിരച്ചിലുകൾ ഊർജിതമാക്കിയിരിക്കുകയാണ്. പ്രതി രക്ഷപ്പെടാതിരിക്കാനുള്ള പഴുതടച്ചുള്ള തിരച്ചിലാണ് പോലീസും നടത്തിവരുന്നത്. ഇതിനോടകം തന്നെ പ്രതി നാടുവിട്ടതായുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും വന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഏതാനും മണിക്കൂറുകൾക്കകം വരുമായിരിക്കും. വരട്ടെ.